ഈ ലൈറ്റൊന്ന് കുറച്ചൊന്ന് മുഖത്തൊന്ന് മാറ്റും. ലൈറ്റ് മുഖത്തടിക്കുന്ന ഒന്ന് മുഖത്തൊന്ന് മാറ്റും. ഇടയ്ക്ക് ബക്കറ്റ് വരുന്നുണ്ടോ? ഉണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് الذي أسعد وأشقى وأضحك وأبكى وأمات وأحيا وأوجد وأفنى وأغنى وأقنى ثم خصص بعض عباده باليسر والغنى. أحمده على ما قضى وأبرم وأشكره على ما أعطى وأنعم. وأشهد أن لا إله إلا الله رب الجود والكرم. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله نبي الرحمة وسيد الأمة قادة الحق وسادة الخلق وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات وأن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا ربي بالمصطفى بلغ مقاصدنا واسمح لنا ما مضى يا واسع الكرم. نور إله السماء قلب الغريب كما نورت قلبي ما من ناس غزالي. يا ربي أعط لنا
علما وفهما كما أعطيت يا ربنا للشيخ غزالي يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا واجعل معونتك الحسنى لنا مددا. ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ മുട്ടുന്തല ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികളെ, നമ്മുടെ ഈ ജമാഅത്തിൻ്റെ ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ, കൺവീനർ, മറ്റും അതിൻ്റെ പ്രവർത്തകരെ, സംഘാടകരെ, നമുക്ക് നമ്മുടെ ഈ ജമാഅത്തിന് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ ഖത്തീബ് ഉസ്താദ് അവർകൾ, മറ്റു ഉസ്താദുമാരെ, സാദാത്തുക്കളെ, ആരിഫീങ്ങളെ, സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറച്ച് ബാസ് കുറച്ച് ട്രിബിൾ. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മെ ഏവരെയും അല്ലാഹു ഈ മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടക്കത്തിലായിരുന്നു എൻ്റെ ദിവസം. അപ്പോൾ ഞാൻ ഈ 2-3 ദിവസം തുടർച്ചയായിട്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈസ് സാഹിബ് ചോദിച്ചു, ഇങ്ങനെ ഉസ്താദെ 10-ാം തീയതി ഒഴിവുണ്ടോ? അൽഹംദുലില്ലാ, അപ്പോൾ ഒരു ദിവസം ഒഴിവുണ്ട്, നാളെയും പരിപാടിയുണ്ട്. അപ്പോൾ ആ 10-ാം തീയതി അൽഹംദുലില്ലാ ആ നിയ്യത്ത് പോലെ ഇവിടെ വന്നു ചേരാനും ഈ ഇതിൻ്റെ വാളിൻ്റെ സമാപന ദിവസമാണ് എന്ന് തോന്നുന്നു, അതിൽ പങ്കെടുക്കാനും തൗഫീഖ് നൽകി അൽഹംദുലില്ലാ. മുട്ടുന്തലയുമായി പല ബന്ധങ്ങളാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിന് മുമ്പും ഇവിടെ പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു ഇനിയും വരാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ മുസ്ലിമീങ്ങളായെന്നുള്ളത്. അത് ചെറിയൊരു കാര്യമല്ല. ഏറ്റവും കൂടുതൽ ഇന്ന് സമുദായം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നതും ഈ മുസ്ലിം സമുദായമാണ്. എന്തിൻ്റെ പേരിലാണ്? അവർ മുസ്ലിം ആയതിൻ്റെ പേരിലാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഔലിയാക്കൾ വന്നതും അവർ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഈ ഷഹീദാക്കപ്പെട്ടവരൊക്കെയാണ് നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ വിശ്രമിക്കുന്നത്. ചരിത്രത്തിൽ പറയുന്ന അവരുടെയൊക്കെ ഇപ്പം മുട്ടും തലയും ഇല്ലേ? അതല്ല അങ്ങനെ പറയും. അങ്ങനെ ഈ മുട്ടും തലേന്ന് മാത്രമാണ് ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ചരിത്രം തിരുത്തി കുറിച്ചില്ലേ എഴുതിയിട്ടുണ്ട്. ആരെഴുതിയത്? എല്ലാം കൂടെ പഠിച്ചിട്ട് മനസ്സിലാക്കി വെച്ചു. എന്തായാലും ശരി, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പരിശുദ്ധമായ ദീനിൻ്റെ പ്രചരണാർത്ഥം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്നു. 1,24,000-ൽ പരം അമ്പിയ മുർസലീങ്ങളുണ്ട്. ഈ അമ്പിയ മുർസലീങ്ങളിൽ 10,000-ഓളം സഹാബാക്കൾ, 1,24,000-ൽ പരം സഹാബാക്കളുണ്ട്. അതിൽ 10,000-ഓളം പേരാണ് നമുക്കിന്ന് മക്ക മദീനയിൽ നമുക്ക് കാണാൻ കഴിയുക. ബാക്കി എല്ലാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും അൽഹംദുലില്ലാ അവരുണ്ടാകും. അതിൽപ്പെട്ടവൊക്കെയാണ് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയപ്പെടുന്നു. ഈ പറയുന്നത് പോലെ എന്തായാലും അവരുടെ ഒരു സാന്നിധ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ മഹത്തുക്കൾ അവർ ഈ ലോകത്ത് വന്നത് പരിശുദ്ധമായ ദീൻ, ഈമാൻ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കാനാണ്. അന്ധകാരത്തിൽ നിന്നും, അന്ധകാര നിബിഡമായ ഇരുണ്ട തുരുത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഔലിയാക്കളിലൂടെ നമുക്ക് ഈ പരിശുദ്ധമായ ഇസ്ലാമിൽ ജീവിച്ച് മരിക്കാനും
അതിലൊരു സാന്ത്വനം, സമാധാനം ഉണ്ടാകാനും അതിനൊരു വഴിയാണ് നമ്മളിപ്പോൾ ഇതുപോലുള്ള മജ്‌ലിസുകളിലൊക്കെ വരുന്നത് കൊണ്ടുള്ള നേട്ടം. അതുകൊണ്ട് എപ്പോഴും അവരെക്കുറിച്ച് ഓർക്കുക, സ്മരിക്കുക. കാരണം അവർ അള്ളാഹുവിനെ സദാ സ്മരിച്ചവരായിരുന്നു, ഓർത്തുകൊണ്ടേയിരുന്നവരായിരുന്നു. അതിലൂടെയാണ് ലോകത്ത് സമാധാനം ഉള്ളത്. മനുഷ്യർക്ക് സമാധാനവും അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ അല്ലാതെ മറ്റൊന്നുമില്ല. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഇന്ന് ലോകത്ത് സമാധാനമല്ലേ വേണ്ടത്? നമുക്ക് സമാധാനം വേണം, വീട്ടിൽ സമാധാനം വേണം, ഓരോ വ്യക്തികൾക്ക് സമാധാനം വേണം, രോഗികൾക്ക് സമാധാനം വേണം. സമാധാനം ഇല്ല, സമാധാനം കിട്ടുന്നില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. സമാധാനത്തിനുള്ള പരിഹാരം എവിടെ? സമാധാനത്തിനുള്ള പരിഹാരം എവിടെ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എവിടെയാണ് സമാധാനം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ലോകത്തിന്റെ രക്ഷിതാവ് അവനാണ്, ലോകത്തെ സൃഷ്ടിച്ച് സംഹരിച്ച സംഹാരകർത്താവ് അവനാണ്, ആകാശലോകങ്ങളുടെ സൃഷ്ടാവും നമ്മെ സൃഷ്ടിച്ചവനും നമുക്ക് ഉപജീവനം നൽകുന്നവനും നമ്മെ മരിപ്പിക്കുന്നവനും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും ആ ജഗത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാനാണെങ്കിൽ, അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടാവെങ്കിൽ അവനിലേക്കാണ് നമ്മൾ അവസാനം മടങ്ങേണ്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ നമ്മൾ പറയുന്ന പെട്ടെന്നുള്ള ഒരു ദുആയാണ്, ദിക്റാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിലുള്ളവരാ, അവനിലേക്കാണ് ഞങ്ങളുടെ മടക്കമെന്ന് എല്ലാ സത്യവിശ്വാസികളും പറയാറില്ലേ? എന്തേ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ വ്യാഖ്യാനം? എന്തേ അതിന്റെ യാഥാർത്ഥ്യം? അതിന്റെ ഉൾസാരം മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ പറയുന്നത്? നമ്മുടെ സഹോദരൻ മരിച്ചു, സഹോദരി മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ പൊടുന്നനെ പറയുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലുള്ളവരാണ് പടച്ചവനേ, നിന്നിൽ നിന്ന് വന്നവരാണ് റബ്ബേ, നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങേണ്ടത് അല്ലാഹ്. ആ മയ്യത്ത് കൊണ്ട് കബറടക്കുമ്പോ ആ കബറിന്റെ ഉള്ളിലേക്ക് മയ്യത്ത് വെച്ച് ആ പരിസരത്തിരിക്കുന്നവർ 3 പിടി മണ്ണ് വാരിയ കബറിലേക്ക് ഇടുമ്പോ അവര് പറയുന്ന ദുആയും ആയത്തും അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. വെറുതെയല്ല ഔലിയാക്കൾ വന്നത്, വെറുതെയല്ല നാം അവരെ സ്മരിക്കുന്നത്, വെറുതെയല്ല ഈ പാതിരാ സമയത്ത് ഈ ഇൽമിന്റെ സദസ്സിൽ നിങ്ങൾ പങ്കാളിത്തം വഹിച്ചത്. നാളെ ആഖിറമുണ്ടെന്ന് വിശ്വസിച്ചതിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ ദർബാറിലേക്ക് മടങ്ങേണ്ടവരാണ്. അവനല്ലാതെ ഒരു ഇലാഹില്ല, അവനല്ലാതെ ഒരു രക്ഷകനില്ല, അവനല്ലാതെ ഒരു സംരക്ഷകനില്ല, അവനല്ലാതെ ഒരു സൃഷ്ടാവില്ല. മിൻഹാ ഖലഖനാകും. സഹോദരാ, ഈ മണ്ണുണ്ടല്ലോ, ഒരു സഹോദരന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് കയ്യിലെടുത്തിട്ട് അവൻ പറയുന്ന വാക്കാ മിൻഹാ ഖലഖനാകും. ഈ മണ്ണിൽ നിന്നാണ് നാം നിന്നെ സൃഷ്ടിച്ചത്. വീണ്ടും ഒരു പിടി മണ്ണെടുക്കുന്നു.
ഫമിൻഹാ വഫീഹാ നുഖ്രിജുകും, ഈ മണ്ണിലേക്കാണ്, വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്കാണ് നിന്നെ നാം മടക്കുന്നത്. വീണ്ടും ഒരുപിടി മണ്ണെടുത്തിട്ട് പറയുന്നു ഫമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ, ഇനി ഒരു അവസരമുണ്ടാകും കേട്ടോ, ആ സന്ദർഭത്തിൽ നിന്നെ ഈ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും കേട്ടോ. അതെങ്ങോട്ടുള്ള യാത്രയാണ്? അതെവിടേക്കുള്ള പ്രയാണമാണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അല്ലാഹുവിലേക്കുള്ള പ്രയാണമാണ്, പടച്ചവനിലേക്കുള്ള യാത്രയാ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നമ്മളെ ക്ഷണിക്കുന്നത് സലാമത്തിന്റെ വീട്ടിലേക്കാണ്, സമാധാനത്തിന്റെ വീട്ടിലേക്കാ. അതുകൊണ്ടല്ലേ ഒരു മയ്യത്ത് മുന്നിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അല്ലാഹ് ഈ മയ്യത്തിനു നീ പൊറുക്കണേ അല്ലാഹ്, ഈ മയ്യത്തിനോട് നീ വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാഹ്, ഈ മയ്യത്തിനോട് കരുണ കാട്ടണേ അല്ലാഹ്, ഈ മയ്യത്തിന് നീ സ്വർഗ പ്രവേശനം നൽകണേ അല്ലാഹ്, നരക കുണ്ടാരത്തിൽ നിന്നും ഖബറിന്റെ ഭയാനകതകളിൽ നിന്നും ഈ മയ്യത്തിനെ നീ രക്ഷിക്കണേ നാഥാ. നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവിലേക്ക് മടക്കമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മടക്കം അവനിലേക്കാണ്. അതുകൊണ്ട് കുറഞ്ഞ കാലയളവിലെ ജീവിതം മാത്രമാണ് ഈ ഭൗതികമായ ലോകത്ത്. അത് നശ്വരമാണ്, അത് ക്ഷണികമാണ്, അത് നൈമിഷികമാണ്. ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല, ഏത് സമയത്തും മരിക്കാം. നമുക്കറിയാലോ, കാസർഗോഡ് ജില്ലയിലല്ലേ, ഈ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്നല്ലേ ഒരു ഉമ്മാന്റെ മയ്യത്തടക്കാൻ ദുബായിൽ നിന്ന് സഹോദരൻ കടന്നു വന്നത്. സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് പോലും കാണാതെ ആ ഖബറിസ്ഥാനിൽ പോയി സിയാറത്ത് ചെയ്ത് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് മടങ്ങി അദ്ദേഹം ദുബായിലെത്തിയപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഉമ്മയോടൊപ്പം ഇതാ ആ മകനും ആ ഖബറിന്റെ ഓരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മനുഷ്യന്റെ അവസ്ഥ ഇതല്ലയോ? വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ പെട്ടികെട്ടി വെച്ചു, ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ അറ്റാക്ക് വന്ന് മരിക്കുന്നു, വാഹനാപകടത്തിൽ മരിക്കുന്നു. നാട്ടിലേക്ക് വരാതെ പ്രവാസികളായ സഹോദരൻ ആ നാട്ടിൽ തന്നെ കബറടക്കം ചെയ്യപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് ദുനിയാവ് നശ്വരമാണ്, നമുക്കിവിടെ ഒരു പ്രതീക്ഷയുമില്ല, ഒരു ഗ്യാരണ്ടിയുമില്ല. ഏത് സമയത്തും മരണപ്പെടാം. എപ്പോഴും അവന്റെ വിളിക്ക് ഉത്തരം നൽകിയേ മതിയാകൂ. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ മാ യൻളുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ ഫലാ യസ്തതിഊന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. യാസീൻ ഓതുന്നവരല്ലേ? എല്ലാ ദിവസവും യാസീൻ ഓതുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ യാസീന്റെ ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതിയത്. എപ്പോഴാണ് അള്ളാന്റെ വിളി വരുന്നത്? ആ വാഗ്ദാനം എപ്പോഴാണ് സംഭവിക്കുക? അത് പൊടുന്നനെ സംഭവിക്കാം. ഒരു പക്ഷേ മനുഷ്യ നീ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോഴാകും അത് സംഭവിക്കുക. ഒരു പക്ഷേ നീ മാർക്കറ്റിൽ പോയി മത്സ്യവും മാംസവും വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ആ റബ്ബിന്റെ വിളി നിന്നെ തേടിയെത്തുന്നത്. ഒരു പക്ഷേ നീ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴായിരിക്കാം, എയർപോർട്ടിലേക്ക് പോകുമ്പോഴായിരിക്കാം. അതുകൊണ്ട് ഏത് സമയത്തും ആ വിളിക്ക് നമ്മൾ കാതോർത്തിരുന്നേ മതിയാവോ. ആ വിളി വന്നാലോ ഫലാ യസ്തതിഊന തൗസിയ. ഏ റബ്ബേ, പടച്ചവനേ, എനിക്കെന്റെ ഭാര്യയോടൊന്ന് വസിയത്ത് ചെയ്യാനുണ്ട് കേട്ടോ. എൻ്റെ മക്കളോട് എനിക്ക് ചില ഉപദേശങ്ങൾ നൽകാനുണ്ട്. അതിനൊരു അവസരം നീ നൽകണേ അല്ലാ. റബ്ബിർജിഊ
എന്നെ ഒന്ന് മടക്കുമോ അല്ലാ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭക്ഷണ കിറ്റ് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാനൊന്ന് കൊടുത്തിട്ട് എൻ്റെ റൂഹിനെ നീ പിടിക്കണേ അല്ലാ. അള്ളാന്റെ മറുപടി ഫലാ യസ്തതിഊന തൗസിയാ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഇല്ല സഹോദരാ, ഇല്ല, നിന്റെ സമയം കഴിഞ്ഞു കേട്ടോ. ഇനി നിന്റെ വീട്ടിലേക്ക്, പുറയിലേക്ക്, നാട്ടിലേക്ക് മടങ്ങാൻ പറ്റൂല. നിനക്ക് നീ വസിയത്ത് ചെയ്യാൻ കഴിയൂല. നിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാ. ഇലാ റബ്ബിഹിം യുർജഊൻ. അല്ലാഹുവിലേക്കാണ് ഇനി നിന്റെ മടക്കം കേട്ടോ. അതുകൊണ്ട് അല്ലാഹു നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അല്ലാഹു നമുക്ക് വേണ്ടി ഒരു സ്വർഗത്തിൽ ഭവനമുണ്ടാക്കിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ ക്ഷണിച്ചിട്ട് പറയുകയാ, വല്ലാഹു യദഊ ഇലാ ദാരിസ്സലാം. ആ സലാമത്തിന്റെ വീട്ടിലേക്ക് അല്ലാഹു നമ്മളെ ക്ഷണിക്കുകയാണ്. അവിടെയാണ് സമാധാനം, അവിടെയാണ് സൗഹാർദ്ദം, അവിടെയാണ് സന്തോഷം, അവിടെയാണ് ആനന്ദം, അവിടെയാണ് ആത്മാഭിമാനം, അവിടെയാണ് അന്തസ്സും അഭിമാനവും ആഹ്ലാദങ്ങളെല്ലാം അവിടെയാണ്. ദുനിയാവല്ല കേട്ടോ. ദുനിയാവിൽ ആഹ്ലാദിക്കാൻ അവകാശമില്ല, ദുനിയാവിൽ അടിച്ചു പൊളിക്കാൻ അവകാശമില്ല, ദുനിയാവിൽ അഹങ്കരിക്കാൻ അവകാശമില്ല. ഈ ദുനിയാവിൽ അഹങ്കരിച്ചവരെ കൈകാര്യം ചെയ്ത ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, സിറിയയിലെ പ്രസിഡന്റ് ആരാ? ബശാർ ഇബ്നു അസദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവനെ കൊന്നുകളയുന്ന കാലമായിരുന്നു. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നവന് ബശാറിന്റെ ഭരണകൂടം കഷണമായി അവരെ വെട്ടിനുറുക്കി കൊന്നുകളയുമെങ്കിൽ കുഞ്ഞു മക്കളെ അടക്കം കൊണ്ടുവന്ന് പീഡിപ്പിച്ചിട്ട് പറയും, ലാ ഇലാഹ ഇല്ലാ ബശാർ, ലാ ഇലാഹ ഇല്ലാ ബശാർ. ബശാർ അല്ലാതെ ഒരു ഇലാഹില്ല, ബശാർ അല്ലാതെ ഒരു നേതാവില്ല, ബശാർ അല്ലാതെ ഒരു രാജാവില്ല, ബശാർ അല്ലാതെ ഒരു ചക്രവർത്തിയില്ല, ബശാർ അല്ലാതെ ഒരു ഇലാഹില്ല കേട്ടോ. കുഞ്ഞു മക്കളുടെ മനസ്സിൽ പോലും അത് കുത്തിവെച്ചവരെ പീഡിപ്പിച്ചെങ്കിൽ എവിടെ ആ ബശാർ, എവിടെ ആ ചക്രവർത്തി, എവിടെ ആ ഭയാനകത നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ച ആ അഹങ്കാരി, ആ തെമ്മാടിയായ ഭരണാധികാരി എവിടെ? ഇതേപോലെയല്ലേ വാദിച്ചത് ഫറോവ? ഒരു കാലഘട്ടത്തിൽ മൂസാ നബിയെ വേദനിപ്പിച്ച ഫറോവ, മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച ഫറോവ, എത്രയെത്ര മുസ്ലിം പെൺകുട്ടികളുടെ മാനം കവർന്നെടുത്ത ഫറോവ, എത്രയെത്ര കുഞ്ഞുമക്കളെ അറുകൊല ചെയ്ത ഫറോവ, അവനും പറഞ്ഞത് അന റബ്ബുകുമുൽ അഅ്ലാ തജ്രി മിൻ തഹ്തി അൽ അൻഹാർ. ഞാനാണ് ഉന്നതനായ പടച്ചവൻ, ഞാനാണ് ഉന്നതനായ രക്ഷകൻ, ഞാനാണ് ഉന്നതനായ സൃഷ്ടാവ്. എന്റെ കാലിന്റെ അടിയിലൂടെയാണ് നൈൽ നദി പുളഞ്ഞോടുന്നത് എന്ന് വാദിച്ച ഫറോവ, അള്ളാന്റെ തീരുമാനം വന്നപ്പോ കടലിന്റെ ഉള്ളിലേക്ക് അവനെ ഇതാ ജിബ്രീൽ മുക്കിക്കൊല്ലുകയാണ്. ലോകത്തിന്റെ അതിപരാശക്തി എന്ന് വാദിച്ച ഫറോവ, ആ ഫറോവ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇന്നനി അന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണ്, ഏ മൂസ, ഞാൻ മുസ്ലിമാണ് മൂസ, എന്നെ കൊല്ലരുത് മൂസ, ഞാൻ നിന്റെ റബ്ബിനെ വിശ്വസിക്കുന്നു മൂസ എന്ന് പറഞ്ഞു മൂസ നബിയോട് അഭയം തേടിയില്ലേ? അങ്ങനെ നിന്ദ്യനായി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? ജാബിർ സബാഹ് വർഷങ്ങളോളം ഈജിപ്റ്റ് ഭരിച്ച് നിന്ദ്യനായി ലോകത്ത് നിന്ന് പോയില്ലേ? കേണൽ ഖദ്ദാഫി
മുഅമ്മർ ഗദ്ദാഫി 40 വർഷത്തോളം രാജ്യം ഭരിച്ചിട്ട് ഈ ദുനിയാവിൽ വെച്ച് നിന്ദ്യനും നികൃഷ്ടനുമായി പോയില്ലേ? ചരിത്രം നിങ്ങൾക്കറിയാം, ഞാൻ പ്രസംഗിക്കേണ്ടതൊന്നുമില്ല. തൊട്ടടുത്ത രാജ്യത്ത് പോലും അവിടുത്തെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിച്ചുവെങ്കിൽ ഓർക്കണേ സഹോദരാ, അധികാരി വർഗത്തിനും അഹങ്കാരികൾക്കും ഒരു പതനമുണ്ട് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരാണ് അധികാരി? ആരാണ് ലോകത്തിന്റെ ചക്രവർത്തി? ആരാണ് ലോകത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നവൻ? ആരാണ് നമ്മുടെ സൃഷ്ടാവ്? ലില്ലാഹിൽ മലിക്കിൽ വാഹിദിൽ ഖഹാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ഐനൽ മുലൂക് ഐനൽ ജബാബിറ ഐനൽ ഖയാസിറ. അധികാരി വർഗമേ, എവിടെ നിങ്ങളെവിടെ? നാളെ മഹ്ശറാവൻ സഭയിലേക്ക് ഈ അധികാരികളെ മുഖം കുത്തപ്പെട്ട നിലയിൽ നടത്തി റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യർക്ക് പോലും ചൂണ്ടുവിരൽ ചലിപ്പിക്കാൻ കഴിയാത്ത ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹു അധികാരവും ചെങ്കോലും കൊണ്ട് ഈ രാജ്യത്തെ മക്കളെ അടിച്ചമർത്തിയ അഹങ്കാരിത്തമ്മാടികളായ അധികാരികളെ നോക്കിയിട്ട് അല്ലാഹു ചോദിക്കുമത്രേ, ഐനൽ ജബാബിറ ഐനൽ ഖയാസിറ ഐനൽ മുലൂക്. ആരും മിണ്ടുകയില്ല, ഒരു ചൂണ്ടുവിരൽ പോലും അനക്കുകയില്ല, അവരുടെ ശ്വാസം പോലും വിടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലാഹ് തന്നെ മറുപടി പറയുകയാ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അല്ലാഹുക്കല്ലാതെ ഇവിടെ മറ്റൊരു വ്യക്തിക്ക് സ്ഥാനമില്ല കേട്ടോ. അതുകൊണ്ട് സമാധാനം എവിടെ? അള്ളാഹുവിനെ മുറുകെ പിടിക്കാതെ സമാധാനമില്ല കേട്ടോ. അല്ലാഹ് തന്നെ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് കേൾക്കണേ. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ശാന്തി തേടി ഓടുന്നവരെ, മന്ത്രവാദിനികളുടെ അരികിലേക്കും കള്ള ജിന്നുമ്മമാരുടെ അരികിലേക്കും വ്യാജ സന്യാസിമാരുടെ അരികിലേക്കും പൂജയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഓടുന്ന നമ്മുടെ പെണ്ണുങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അമ്പലങ്ങളിലും അതേപോലെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലെല്ലാം പരദയിട്ട പെണ്ണുങ്ങൾ പോയിട്ട് സമാധാനത്തിന് വേണ്ടി ശിർക്ക് ചെയ്യാൻ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ, കുഫ്ർ ചെയ്യാൻ മുസ്ലിമായ പെണ്ണ് തയ്യാറായി ക്യൂവിൽ നിൽക്കുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം. അതിലൂടെ സമാധാനം കിട്ടുമെന്നാണ് അവർ കരുതുന്നതെങ്കിൽ തെറ്റിപ്പോയി പെങ്ങളെ, നിനക്ക് തെറ്റുപറ്റിപ്പോയി കേട്ടോ. ഇസ്ലാമിക ആദർശം നീ പണയപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. ഇല്ല മോളെ, ഒരിക്കലും നിനക്കവിടെ സമാധാനമില്ല. നീ ആ ജിന്നുമ്മയെ കണ്ടാൽ നിനക്ക് സമാധാനം കിട്ടുമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇല്ല പൊന്നു പെങ്ങളെ, ഒരിക്കലുമില്ല. ആ ജിന്നുമ്മക്ക് സമാധാനമില്ലാതെ അവരുടെ സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ അവരുടെ അരികിലേക്ക് നമ്മൾ എവിടെയാണ് സമാധാനത്തിന് വേണ്ടി പോവുക? ഒരായത്തില്ല, ഒരു ഹദീസില്ല, ഒരു തെളിവുകൾ പോലും ഇല്ല. സമാധാനത്തിന് വേണ്ടി, പൂജയ്ക്ക് വേണ്ടി വ്യാജ സന്യാസിമാരുടെ അരികിലേക്കും വ്യാജ ഔലിയാക്കന്മാരെന്ന് ചമഞ്ഞ് നടക്കുന്നവരുടെ അരികിലേക്കും നിങ്ങൾ പോയിട്ട് വശംവദനായിട്ട് ഈമാൻ തകർത്ത് കളയണ്ട കേട്ടോ. അലാ, അറിയണേ അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കലല്ലാതെ നിങ്ങളുടെ കൽബുകൾക്ക് സമാധാനം കിട്ടൂല. ഈ കിടക്കുന്ന ഔലിയാക്കൾ അല്ലാഹയെ ഓർത്തവരാണ്. ബഗ്ദാദിൽ കിടക്കുന്ന മഹാനായ ശൈഖുനാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹയെ ഓർത്തു. അങ്ങ് അജ്മീരിൽ കിടക്കുന്ന ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി ഖുദ്ദിസ സിർറുഹു, ബഹുമാനപ്പെട്ട മഹാനവറുകൾക്ക് സമാധാനം ലഭിച്ചത് അല്ലാഹുവിനെ വിളിച്ചത് കൊണ്ടാണ്, അല്ലാഹുവുമായി ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാണ്. കാരണം അല്ലാഹ് പറഞ്ഞ വാക്കാണ് കേട്ടോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹയെ
ഓർക്കണേ. പ്രയാസം വരുമ്പോ അള്ളയെ ഓർക്കണേ. പട്ടിണി വരുമ്പോ അള്ളയെ ഓർക്കണേ. രോഗം വരുമ്പോ അള്ളാഹുവിനെ ഓർക്കണേ. വീടില്ലാത്തവരാണോ അള്ളാഹുവിനെ ഓർക്കണേ. വാപ്പ ആശുപത്രിയിലാണ്, ICUവിലാണ്, മക്കൾ ICUവിലാണ്, ഭാര്യ ICUവിലാണ്, ഭർത്താവ് ICUവിലാണ്. നീ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. നിന്റെ വാപ്പാക്ക് സിഹർ ചെയ്തത് കൊണ്ടാണ് ആ വാപ്പ ആശുപത്രിയിലായതെന്ന് നീ കരുതണ്ട. പൊന്നുമോളെ, നീ മുസല്ലയെടുത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ ധാരാളം സലാത്ത് ചൊല്ലണേ. ശേഷം നീ ഹൃദയസ്പൃക്കോട് കൂടി ദുആ ചെയ്യണേ. അല്ലാ, എന്റെ ഉപ്പാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ. അല്ലാ, എന്റെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ. അല്ലാ, എന്റെ ഭർത്താവിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, കുഞ്ഞുമക്കൾ ആശുപത്രിയിലാണോ, കിടാക്കൾ ആശുപത്രിയിലാണോ, ഉമ്മമാരെ, ഉപ്പമാരെ, സലാത്തു ദഅവാത്തിൻ ലാ തുറദ്ദു, 3 പേരുടെ ദുആകൾ അല്ലാഹു തട്ടിക്കളയൂല കേട്ടോ. അതിലൊന്നാമത്തെ വ്യക്തി ആരെന്നറിയുവോ? ദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തട്ടിക്കളയൂല. ആശുപത്രിയിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി ഉമ്മ ദുആ ചെയ്യണം, ഉപ്പ ദുആ ചെയ്യണം. ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിലാകട്ടെ, വല്ലാഹി സത്യം, ആ ഉമ്മാന്റെ ദുആയുടെ ബർക്കത്ത് ആ കുട്ടിക്ക് സാന്ത്വനം നൽകുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. അറിയാലോ, മാനായ ഇമാമുനാ ബുഖാരി തങ്ങൾ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സദസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി തങ്ങൾ കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ല, കുഞ്ഞു പൈതലാണ്, കിടാവാണ്, കാഴ്ചയില്ല. അല്ലാഹുവിനോട് പാതിരാ സമയത്ത് ഉമ്മ ദുആയോട് ദുആയാണ്. പാതിരാ സമയത്ത് ഉമ്മ മുസല്ലയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാ, എന്റെ മകന്റെ കണ്ണിന് കാഴ്ച കൊടുക്കണേ, എന്റെ മകന്റെ കണ്ണിന് കാഴ്ച നൽകണേ. മഹാനായ ഇമാമുനാ ബുഖാരി തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നത്തിൽ വന്നിട്ട് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകന്റെ കണ്ണിന് കാഴ്ച കിട്ടി കേട്ടോ. ഫർതദ്ദ ബസീറാ, ഫർതദ്ദ ബസീറാ. ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി തങ്ങളുടെ ഉമ്മ സുബഹി നമസ്കാരം കഴിഞ്ഞ് കുഞ്ഞുമോൻ ഉറങ്ങുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പൈതലിന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, ഏറ്റവും നല്ല ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആനിന് ശേഷം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കിതാബ്, ഹദീസിന്റെ ഗ്രന്ഥം ഇമാമുനാ ബുഖാരി തങ്ങളുടേതല്ലേ. ആരുടെ ദുആയുടെ ബർക്കത്താണ്? ഉമ്മയുടെ ദുആയുടെ ബർക്കത്താണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി ഇതാ പിതാവ് കൊണ്ടുപോകുമ്പോ മലർത്തി കിടത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കൊച്ചു പയ്യനായ 12-13 വയസ്സായ പുന്നാര പൈതലിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, മോനെ, യാ ബുനയ്യ, പൊന്നു മോനെ, ഇന്നി റഅയ്തു ഫിൽ മനാം അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ. മോനെ, നിന്റെ ഉപ്പ ഒരു സ്വപ്നം കണ്ടുപോയടാ. എന്താണെന്നറിയോ? നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടുപോയി മോനെ. വർഷങ്ങളായി മക്കളില്ല, 80 വർഷമായി മക്കളില്ല. ആദ്യമായി ലോകത്ത് നരബാധിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണെങ്കിൽ 80 വർഷത്തോളമായ ഇബ്രാഹിം നബിക്ക് മക്കളില്ല, മക്കളില്ല. അങ്ങനെ അല്ലാഹു ഒരു കുഞ്ഞിനെ കൊടുത്തു, മകൻ ഇസ്മായിൽ. ആ കുട്ടി വളർന്ന് 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 അങ്ങനെ പിച്ച വെച്ച് നടക്കാനൊക്കെ തുടങ്ങിയപ്പോ അള്ളാന്റെ തീരുമാനമാ, ഇസ്മായിലിനെ അറുക്കണേ ഇബ്രാഹിമേ. യാതൊരു കൂസലുമില്ലാതെ, സങ്കോചവും കൂടാതെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിലിന്റെ അരികിലേക്ക് അടുത്തു വന്നിട്ട് പറയുകയാ, യാ ബുനയ്യ,
ബുനയ്യ പൊന്നുമോനെ. വാത്സല്യത്തോടെ വിളിക്കുകയാണ്, വാത്സല്യത്തോടെ വിളിക്കുകയാണ്, അനുകമ്പയോടെ വിളിക്കുകയാണ്, സ്നേഹാദരവോടെ വിളിക്കുകയാ. പൊന്നുമോനെ ഇസ്മായിലേ, നിന്റെ ഒപ്പ ഒരു സ്വപ്നം കണ്ടുപോയി മോനെ, നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടടാ പൊന്നെ. എന്താ? ഫല്ലുർ മാതാ തറാ, ഫല്ലുർ മാതാ തറാ, നിന്റെ അഭിപ്രായം എന്താണ് മോനെ? ആ മകൻ 10-14 വയസ്സുള്ള കുഞ്ഞു പൈതല് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കിയില്ല. പടച്ചവന്റെ തീരുമാനമാണോ ഉപ്പാ? എന്നെ അറുക്കണം ഉപ്പാ, ഞാൻ ക്ഷമിച്ച് സഹിച്ച് കിടന്നു തരാം ഉപ്പാ. ഇങ്ങനെ പറയാനുള്ള തർബിയത്ത് ഈ പൊന്നുമോന് കൊടുത്തതാരെന്നറിയോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ഭാര്യയാണ് കേട്ടോ. ഈ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയുടെ ഉമ്മയാണ് കേട്ടോ. ആ ഉമ്മയുടെ മാതൃത്വത്തിൽ വളർന്നു വന്ന്, അവിടുത്തെ ശിക്ഷണത്തിൽ വളർന്നു വന്ന്, അവിടുത്തെ തർബിയത്തിലും തസ്കിയത്തിലും ദുആയിലും വളർന്നു വന്ന മകനായതുകൊണ്ടാ അറുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഉപ്പാ അറുക്കണം ഉപ്പാ, അള്ളാന്റെ തീരുമാനം നിറവേറ്റണം ഉപ്പാ, ഞാൻ കിടന്നു തരാം ഉപ്പാ. ഇതിനുള്ള കാരണക്കാരൻ ആരാ? കാരണക്കാരി ആരാ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ഭാര്യയല്ലേ? ഒരു ഉമ്മയാണ്, ഒരു പെണ്ണാണ്. ഓർക്കണം കേട്ടോ, അല്ലാഹ് എത്ര പദവിയാണ് ആ പെണ്ണിന് കൊടുത്തത്. ഓർക്കണം, നിങ്ങൾ ഇന്ന് ഉംറയ്ക്ക് പോകുമ്പോ നിങ്ങൾ സഫാ മർവയ്ക്കിടയിലൂടെ സഈ ചെയ്യുന്ന സമയത്ത്, ആ സഈ ചെയ്യുമ്പോ പച്ച കളറിൽ കാണുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ പുരുഷന്മാര് ഓടണം, സ്ത്രീകൾ ഓടണ്ട. എന്തെന്നറിയോ സ്ത്രീകളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു പെണ്ണ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഓടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഓടണ്ട. പക്ഷേ പുരുഷന്മാരെ, ഒരു പ്രവാചകനല്ല നമുക്ക് വേണ്ടി ഓടിയത് കേട്ടോ, ഒരു പെണ്ണാണ് ഓടിയത്. അതുകൊണ്ട് പെണ്ണുങ്ങൾ അവിടെ പോയാൽ ഓടണ്ട, ആണുങ്ങൾ ആ ഭാഗമെത്തുമ്പോ വേഗത്തിൽ സഞ്ചരിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മമാർക്ക് ചെയ്ത എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ മഹത്വമാണ്. ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ ഉപ്പയുടെ കാലിന്റെ അടിയിൽ സ്വർഗമെന്നല്ല നമ്മൾ കേട്ടത്, ഉമ്മാന്റെ കാലിന്റെ അടിയിൽ സ്വർഗമാണെന്നാണ് കേട്ടത്. പക്ഷേ ആ ഉമ്മയോടുള്ള മഹത്വം മക്കള് മറന്നുപോയില്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ വാട്സപ്പിൽ കണ്ടോ, 14 വയസ്സുകാരനായ ഒരു പയ്യൻ ഇതേപോലെ ഇസ്മായിൽ നബി 14 വയസ്സ് ഉമ്മാന്റെ തർബിയത്തിൽ വളർന്നെങ്കിൽ ഈ കേരളത്തിൽ സംസ്കാര ബോധമുള്ള, സംസ്കാര ഉത്ബുദ്ധരായ, വിദ്യാഭ്യാസ വിചക്ഷണരായ കേരളക്കരയുടെ മക്കളിൽപ്പെട്ട 14 വയസ്സുകാരൻ മലപ്പുറം ജില്ലയിലുള്ള ഒരു പൊന്നുമോൻ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മാന്റെ കഴുത്തറുത്തത് നിങ്ങൾ ഇന്നലെ വാട്സപ്പിൽ കണ്ടില്ലേ? മലപ്പുറം ജില്ലയിലെ തിരൂരെന്ന് പറയുന്ന സ്ഥലത്ത് 5 വയസ്സായ പൊന്നുമോൻ ഉമ്മ മൊബൈൽ പിടിച്ചു വാങ്ങിയതിന്റെ പേരിൽ ബാത്റൂമിൽ കയറി മുണ്ടിട്ട് കഴുത്ത് മുറുക്കി മരിച്ചതും ഈ അടുത്ത സമയത്താ. തീർന്നില്ല, 14ഓളം പെണ്ണുങ്ങൾ ഈ അടുത്ത സമയത്ത് മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങളിലായി മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത് +1 +2 പഠിക്കുന്ന പെണ്ണുങ്ങളാ. കാരണം എന്തേ? മൊബൈൽ ഉപയോഗിക്കരുതെന്ന് ഉപ്പ പറഞ്ഞതാണ് പ്രശ്നം. മറ്റൊരു പ്രശ്നവും ഒന്നുമല്ല, മൊബൈൽ പിടിച്ചു വാങ്ങിയതാണ് പ്രശ്നം. ഇതാ പോയി ചാവുകയാണ്, ആത്മഹത്യ ചെയ്യുകയാ. പൊന്നുമോളെ, നിന്റെ യാത്ര എങ്ങോട്ടാ? നിനക്ക് സമാധാനമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ആത്മഹത്യ ചെയ്യരുത് കേട്ടോ, ആത്മഹത്യ ചെയ്യരുത് കേട്ടോ. ആരെങ്കിലും വിഷം കഴിച്ച് മരിച്ചാൽ അവൻ നാളെ നരകത്തിൽ
കാലാകാലം വിഷം കഴിച്ചവനായി നരകത്തിൽ കഴിയേണ്ടി വരുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും കെട്ടിട സമുച്ചയത്തിൽ നിന്ന് എടുത്തു ചാടി മരിച്ചാൽ, ആരെങ്കിലും വടവൃക്ഷത്തിന്റെ മുകളിൽ കയറ് കെട്ടി തൂക്കിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചാൽ, ഫാനിൽ കയറ് കെട്ടിയിട്ട് അതിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്താൽ, നാളെ നരകത്തിൽ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അടിത്തട്ടിലേക്ക് അവർ ചാടിക്കൊണ്ടിരിക്കേണ്ടി വരുമെന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി. ആരെങ്കിലും ഒരു കത്തിയെടുത്ത് തന്റെ കൈയുടെ ഞരമ്പ് മുറിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ തയ്യാറായാൽ, ആത്മഹത്യ ചെയ്യാൻ തയ്യാറായാൽ, അതേപോലെ ഒരു മൂർച്ചയുള്ള കത്തി നരകത്തിൽ അവന്റെ കൈകളിൽ അല്ലെങ്കിൽ അവളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമത്രേ. അതുകൊണ്ട് തന്റെ ശരീരത്തെ കീറി മുറിച്ച് ഖാലിദം മുഖല്ലദാ, കാലാകാലത്തോളം നരകത്തിൽ കഴിയേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, ആത്മഹത്യ ചെയ്യപ്പെട്ട മയ്യത്തുകൾ പള്ളിയിലേക്ക് വരുമ്പോ സാലിഹീങ്ങൾ നമസ്കരിക്കല്ലേ, പണ്ഡിതന്മാര് ഉസ്താദുമാര് നമസ്കരിപ്പിക്കരുത് കേട്ടോ, ഖാളിയാര് നമസ്കരിപ്പിക്കരുത് കേട്ടോ, നാട്ടിലെ അമീറന്മാര് നമസ്കരിപ്പിക്കരുത് കേട്ടോ. അവരൊക്കെ മാറി നിൽക്കണം, വിട്ടു നിൽക്കണം. സാധാരണ ആളുകൾ ആ മയ്യത്ത് നമസ്കരിപ്പിച്ചിട്ട് പോകണം. എന്തിനാണ് പടച്ചവനെ, എന്റെ മയ്യത്ത് ആത്മഹത്യ ചെയ്ത മയ്യത്തായിട്ട് ഞാൻ പള്ളിയിൽ വരുമ്പോ ഖാളിയാർ ഉസ്താദ് നമസ്കരിച്ചില്ല എങ്കിൽ, തങ്ങൾ നമസ്കരിച്ചില്ല എങ്കിൽ, ആരിഫീങ്ങൾ നമസ്കരിച്ചില്ല എങ്കിൽ, മുതഅല്ലിമീങ്ങൾ നമസ്കരിപ്പിച്ചില്ല എങ്കിൽ എനിക്ക് നാശമാണ്, നരകമാണ് എന്ന് ഒരു പുനർവിചിന്തനം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് മഹാന്മാര് പറയുന്നു, ആത്മഹത്യ ചെയ്യപ്പെട്ട മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നാൽ സാലിഹീങ്ങളാരും ആ മയ്യത്ത് നമസ്കരിക്കണ്ട കേട്ടോ. മൊത്തത്തിൽ നമസ്കരിക്കണ്ട എന്നല്ല പറഞ്ഞത്. സല്ലു അലാ കുല്ലി ബർരിൻ വ ഫാജിർ, എല്ലാ നല്ലവരും മോശമായവരും ആ മയ്യത്ത് നമസ്കരിക്കട്ടെ. എല്ലാ മോശമായ മയ്യത്തും നല്ല മയ്യത്തും നിങ്ങൾ നമസ്കരിപ്പിക്കട്ടെ. ആത്മഹത്യ ചെയ്താലും അല്ലാതെ മരിച്ചാലും നമസ്കരിപ്പിക്കണം. ഇതിനെ വിധങ്ങൾ പറഞ്ഞു, നമസ്കരിപ്പിക്കാതെ അടക്കണ്ട. പക്ഷേ സ്വാലിഹീങ്ങൾ ആ മയ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ഈ അടുത്ത സമയത്ത് എത്ര ആത്മഹത്യയാണ് പടപടാ വന്നുകൊണ്ടേയിരിക്കുകയാണ് വാട്സപ്പില്. 14 വയസ്സുള്ള മോള്, 15 വയസ്സുള്ള മോള്, 12 വയസ്സുള്ള മോള്. എന്തേ കാരണം? മൊബൈല്. ഉമ്മ, എന്റെ പൊന്നുമ്മ, ഈ മക്കളെ തർബിയത്ത് കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോയതല്ലേ കാരണം? ഈ മക്കളെ വളർത്തുന്നതിൽ നിങ്ങൾക്ക് അഭാവം വന്നുപോയില്ലേ? ഈ മക്കളെ വളർത്തുന്നതിൽ നിന്ന് നിങ്ങൾ തെന്നിപ്പോയതല്ലേ, മാറിപ്പോയതല്ലേ അതിന്റെ കാരണം? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പഠിപ്പിച്ചത്, നിങ്ങളുടെ കാലിന്റെ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചെങ്കിൽ, കോടതി വളപ്പിൽ കാമുകനുമായിട്ട് പോയ ഒരു മുസ്ലിം പെൺകുട്ടി, ആ മുസ്ലിം പെൺകുട്ടിയെ പിടിക്കുന്നതിന് വേണ്ടി ഉമ്മ ആ കോടതി വളപ്പിലെത്തിയപ്പോ ആ ഉമ്മാനെ തള്ളിക്കളഞ്ഞിട്ട് ആ കുട്ടി ഓടുമ്പോൾ ആ ഉമ്മ പോയ പൊന്നുമോളുടെ കുട്ടിയുടെ കാലിൽ പിടിച്ചിട്ട് കരയുന്ന രംഗം വാട്സപ്പിൽ കണ്ട് ഞങ്ങളുടെ കൽബ് പോലും പൊട്ടിപ്പോയെങ്കിൽ ഓർക്കണം സഹോദരാ, മാതാപിതാക്കളുടെ കാലിലാണ് നീ പിടിക്കേണ്ടത്. നിങ്ങളുടെ കാലിൽ മാതാപിതാക്കളെ പിടിക്കാൻ പാടില്ല. പക്ഷെ കാലം തിരിഞ്ഞുപോയി. മാതാപിതാക്കൾ അവരുടെ കാല് പിടിക്കേണ്ട അവസ്ഥ, മക്കളുടെ കാല് പിടിക്കേണ്ട അവസ്ഥ. എന്താ കാരണം? ഇത് പഠിപ്പിക്കാൻ. ആപ്പാടെ മഹത്വം എന്ത്, ഉമ്മാന്റെ മഹത്വം എന്ത്, ഇസ്ലാമിന്റെ മഹത്വം എന്ത്, ആഖിറത്തിന്റെ വലിപ്പം എന്ത്, ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉമ്മാന്റെ വാപ്പാന്റെ ബാധ്യത. ഇത് വിട്ടുപോയി. അൽഹംദുലില്ലാ, ബക്കറ്റൊക്കെ എടുക്കാൻ സംഭവം. ബക്കറ്റ് എടുത്താൽ ഞാൻ പ്രസംഗം നിർത്താറായി എന്നാണ് എൻ്റെ അർത്ഥം. അൽഹംദുലില്ലാ, ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്
ഉറക്കച്ചൊല്ല് സാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മുടെ ഈ സംഘടന അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ധാരാളം വലിയ ഭാരിച്ച ചെലവുകളുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ബക്കറ്റിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം സദഖ. ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫുട്ബോളുകൾ നടക്കുന്നു. അപ്പോൾ അവിടെ ഡോർ അടച്ചിട്ടിട്ട് ഫുലൂസ് വാങ്ങിയിട്ട് അകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പം പൈസ ഉണ്ടാക്കാനുള്ളൊരു വഴി അതാണ്. അപ്പം ഞാനും പറഞ്ഞു, കൂടെ ഉള്ള സുഹൃത്തിനോട് പറഞ്ഞു, അപ്പോൾ വാളിന് പോയാലും ഫീസുണ്ട്, ബക്കറ്റിലാണ് അവരുടെ പൈസ. ഫുട്ബോൾ കളിക്കുമ്പോൾ വാങ്ങിയിട്ട് വിടുന്നു. വാളിന്റെ സദസ്സിൽ പകുതി വാള് കേൾപ്പിച്ചിട്ട് നിങ്ങൾ ഇടുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അൽഹംദുലില്ലാഹ് കാര്യമായി സഹോദരി സഹോദരങ്ങളൊക്കെ നിങ്ങൾ പൈസ ഇടുമ്പോൾ നിയത്ത് ചെയ്യണം, പടച്ചവനെ സ്വർഗം നൽകണേ അല്ലാ, പാപം പൊറുക്കണേ അല്ലാ, മാതാപിതാക്കളുടെ പൊരുത്തം നൽകണേ അല്ലാ, നാളെ സ്വർഗലോകത്ത് എത്തിപ്പെടാൻ ഇതൊരു സബബാക്കണേ അല്ലാ എന്ന നല്ല നിയത്തോടുകൂടി നിങ്ങൾ പൈസ ഇടേ. എല്ലാവരും സഹോദരിമാരടക്കം ഒന്നടങ്കം എല്ലാവരും കാര്യമായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ നീ ശിഫയാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. പനി പിടിച്ച് ആസ്മ പിടിച്ച് ഫിക്സ് പിടിച്ച് ആശുപത്രിയിൽ കഴിയുന്ന ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ പേരമക്കള്, അല്ലാ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ പടച്ചവനെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമായ മക്കളാക്കി മാറ്റണേ അല്ലാ. എപ്പോഴും നമ്മുടെ ദുആ അതാണ് വേണ്ടത്. നമുക്ക് ദുആയിൽ വലിയ ബർക്കത്താണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞു, ഞാൻ വന്ന ഉടനെ ഉസ്താദ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മക്കളില്ല, ദുആ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ അൽഹംദുലില്ലാഹ് മക്കളായി രണ്ട് മാസമായി ആൺകുട്ടി. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഹാഫിളാക്കട്ടെ, ആലിമാക്കട്ടെ. ഇൽമിന്റെ സദസ്സിന്റെ ബർക്കത്ത് അതാണ്. ഇൽമിന്റെ സദസ്സ് 40 പേരിരിക്കുന്ന സ്ഥലത്തൊരു വലി ഉണ്ടാവും. ഇവിടെ ഇപ്പൊ ആയിരക്കണക്കായ ആളുകൾ ഇതിനെ ചുറ്റിപ്പറ്റിയിരിക്കുകയാണ്. സാലിഹ്യങ്ങളൊക്കെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടും ഭവ്യതയോടും, കാരണം ഈ ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെയാണ്. സ്വർഗത്തിലാണ് ഇപ്പോ. പന്ത് കളി സ്വർഗമല്ല, ക്രിക്കറ്റ് കളിയുടെ ഭാഗം സ്വർഗമല്ല, ഗാനമേളയുടെ സദസ്സ് സ്വർഗമല്ല, കോമഡി ഷോ സ്വർഗമല്ല. സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, റസൂൽ തങ്ങൾ പഠിപ്പിച്ചത് ഇൽമിന്റെ ഈ സദസ്സാണ്. അപ്പൊ ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന് ദുആ ചെയ്താൽ അത് കബൂലാണ്, യാതൊരു സംശയമില്ല. ഇപ്പൊ എന്റെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ പുള്ളി എന്റെ മകളുടെ കുട്ടി സുഖമില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഇന്നലെ പെട്ടെന്ന് ജന്നി ബാധിച്ചിട്ട് ഫിക്സ് ബാധിച്ചു ഹോസ്പിറ്റലിലാണ്. ഇപ്പോഴും അവിടെ തന്നെയാണ്. വളരെ വിഷമമായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിലേക്ക് പോകാമെന്നൊക്കെ കരുതി. അപ്പോ 2 റക്അത്ത് അവിടെ നിസ്കരിച്ചു, ദുആ ചെയ്തു. പിന്നെ വൈകിട്ടത്തെ സദസ്സിൽ ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് വളരെ മാറ്റം ഉണ്ടെന്ന് ഇപ്പൊ കേട്ടു. അപ്പൊ ഇവിടെയും വെച്ച് ഞാൻ ദുആ ചെയ്യാണ്. ഇനിയിപ്പോ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടിയാണ്, 2 മാസമായിട്ടേ ഉള്ളൂ. കൊച്ചുകുട്ടിയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നോരും നമുക്കും അതിൻ്റെതായ വിഷമം ഉണ്ടാവും. അല്ലാഹു മഹാന്മാരുടെ ബർക്കത്തുണ്ട്, ശിഫ കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാ ടെസ്റ്റുകളും നീ നോർമലാക്കണേ പടച്ചവനെ. കാരണം നമുക്ക് ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർമാരുടെ കൈകളിലേക്ക് നമ്മുടെ മക്കളെ കൊടുക്കുന്നു, ഉപ്പയെ കൊടുക്കുന്നു, ഉമ്മയെ കൊടുക്കുന്നു, അവർ ICUയിൽ കൊണ്ട് കയറ്റുന്നു. എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും അറിയില്ല. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? അങ്ങോട്ട് മാറിയിരിക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക, കരഞ്ഞങ്ങോട്ട് ദ്വാരക്കുക. ആ ദ്വായ്ക്ക് വലിയ പ്രയോജനം ഉണ്ടാവും, വലിയ പ്രയോജനം ഉറപ്പാണ്. അല്ലാഹി സത്യം. ഞാനൊക്കെ അതിൽ വലിയ വിശ്വാസമുള്ളവനുമാണ്, അനുഭവശാലിയുമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സദസ്സിൽ ഇരുന്ന് ദുആ ചെയ്താൽ എനിക്കറിയാം അത് കബൂലാകുമെന്നുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ രോഗികളുണ്ടെങ്കിൽ പടച്ചവനെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ധാരാളം രോഗികളൊക്കെ ഉണ്ട്. സഹോദരിമാര്, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ സഹോദരിമാർ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുന്നവരാണ്. ഞങ്ങളെല്ലാവരും ഒന്നും പറഞ്ഞിട്ട് പലർക്കും പല രോഗം. അവിടുത്തെ ഉമ്മാക്ക് കാലിന് സുഖമില്ല, നടന്ന് വാതിന് വരണമെന്ന് ആഗ്രഹമുണ്ട്.
തൈറോയിഡ് കൂടിയിട്ട് ശാരീരികമായി വളരെ വിഷമവും പ്രയാസം അനുഭവപ്പെടുന്നു. ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവിന് ശിഫ കൊടുക്കണേ പടച്ചവനെ. ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന ഇതുപോലുള്ള സഹോദരിമാർക്ക് അല്ലാഹുവേ അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രോഗങ്ങളുമായിട്ട് വന്നവരുണ്ടെങ്കിൽ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം സലാമത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, നീ ഇഷ്ടപ്പെട്ട മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാ, ഈ വഅദിന്റെ സദസ്സിനെ ധന്യമാക്കിയതിന്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഒരാൾക്കും മാരക രോഗം നീ നൽകല്ലേ അല്ലാ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോളി, ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞോളി, നമുക്ക് ദ്വാരക്കാം. അത് വളരെ എഫക്റ്റാണ്, വളരെ എഫക്റ്റീവാണ്. പാതിരാ സമയം നമ്മൾ ഇരിക്കുന്നത് അള്ളാന്റെ സ്വർഗത്തിലാണ്. റൗള, രണ്ട് സ്വർഗ നിബിധങ്ങൾ പഠിപ്പിച്ചു. ഒന്ന് മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഇതേപോലെ സദസ്സിൽ, ഞാൻ സത്യത്തില് 10, 12, 15 വർഷം മുമ്പൊക്കെ ഹജ്ജ് ചെയ്താണ് അവിടെ പോയിട്ടൊക്കെ റൗളയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ വാളിന്റെ സദസ്സിൽ ദുആ ചെയ്യും, റൗളയിലെത്തണേ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോയിരുന്നു. അൽഹംദുലില്ലാഹ് റൗളയ്ക്കകത്ത് ഇപ്പം മറ്റേ ഡിജിറ്റൽ സംവിധാനത്തിലൂടെയൊക്കെ ബുക്ക് ചെയ്ത് കയറാനേ പറ്റുള്ളൂ. ഞങ്ങൾ 4 പേര് പോയതാണ്. 3 പേർക്ക് ആദ്യം കിട്ടി, എനിക്ക് കിട്ടിയില്ല. അവസാനം കമ്പ്യൂട്ടർ തിരിഞ്ഞു മറിഞ്ഞു വന്നു, 3 പേർക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. അല്ലാഹു അഅലം, എന്താന്ന് എനിക്കറിയില്ല. ബാക്ക് സൈഡിൽ കൊണ്ടിരുത്തി അവിടുന്ന് പിന്നെ കയറ്റി വിടാൻ തുടങ്ങി. ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. ആരെന്ന് പറഞ്ഞു ഗുദ്ദാം മുന്നോട്ട് ഗുദ്ദാം മുന്നിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ മുന്നിൽ പോയി 6:20 കിട്ടിയത്. ഫ്രണ്ടിൽ ഇമാമിന്റെ പിറകില് റബ്ബുൽ ഇസ്സത്തായ അല്ലാഹ് റൗളയുടെ ഉള്ളിൽ ഇമാമിന്റെ പിറകില് ഗുദ്ദാം എന്ന് പറഞ്ഞ ഒരാൾ വന്ന് തള്ളിക്കൊണ്ട് പോവാണ്. ഇത് ആരാപ്പാ പടച്ചവരെ ഒരു പിടുത്തം. ഞാൻ കരഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നവരെ കരച്ചിലായിരുന്നു. ആ ഒരു സന്തോഷം. റൗളയില് ഇശാ നമസ്കാരത്തിന് 1ാമത്തെ സഫിലിരുന്ന് ഇമാമിനോടൊപ്പം തൊട്ട് പിറകിൽ നമസ്കരിക്കാൻ. അപ്പൊ ഫ്രണ്ടിൽ സഫിൽ ഇരിക്കുന്നവർക്ക് സംസം വെള്ളം കൊടുക്കും. ആ സംസം വെള്ളവും കിട്ടി. എത്രയോ വർഷം അവിടെ പോയിട്ട് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാനപ്പോ ഓരോ സദസ്സിലും ഇതേപോലെ ദുആ ചെയ്യും. അല്ലാ റൗളയിലെത്തിക്കണേ. അതുകൊണ്ട് ദുആ ചെറിയ കാര്യമല്ല കേട്ടോ, ദുആ ചെറിയ കാര്യമല്ല. അത് മുറുകെ പിടിച്ചോളി. അത് നമ്മൾ പറഞ്ഞോളി. നമ്മളല്ലാതെ കണ്ട് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് സിഹർ, ഇവിടെ പോയിട്ട് സിഹർ. നമുക്ക് സിഹർ ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഒരു കണ്ണേറായിരിക്കും. കണ്ണേറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അൽ ഐനു ഹഖ്ഖുൻ അൽ ഐനു യഖ്റുബു ഇലൽ ഖബ്ർ. നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ഈ സിനിമയിൽ പാടുന്നവർ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ, ഇപ്പൊ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ 73 വയസ്സായി, ഇപ്പോഴും കാണാൻ നല്ല രസമല്ല. എന്താ ആരും കണ്ണുവിടാത്തത്? അയാൾക്ക് എന്താ പഠിക്കാത്തത്? മോഹൻലാലിന് 68 വയസ്സായി, അയാൾക്ക് എന്താ കണ്ണുവിടാത്തത്? ശരിയല്ലേ? ഐശ്വര്യ റായ് എന്താ കണ്ണുവിടാത്തത്? വാണി വിശ്വനാഥനെ കണ്ണുവിടാത്തത്? മഞ്ജു വാര്യരെ കണ്ണുവിടാത്തത്? കാവ്യാമാധവനെ കണ്ണുവിടാത്തത്? എപ്പോ നോക്കിയാലും രജനികാന്തിനെ കണ്ട ഇപ്പോഴും ഭാഷ എന്ന് പറഞ്ഞു ചെറുപ്പക്കാരനെ പോലെ. അല്ലാ, അവന്റെ കോലം കണ്ടാൽ തങ്ങളുപ്പായ പോലിരിക്കുകയാണ്. അവന്റെ സാധാ രജനികാന്തിന്റെ സാധാ കോലം കണ്ട തങ്ങളുപ്പാപ്പ. ഈ ചങ്ങാതിയാണ് സിനിമ ആരും കണ്ണുവിടുക. അപ്പൊ ആരെങ്കിലും പറഞ്ഞ പഠിച്ചവനെ, ഇവൻ എന്താ ആരോഗ്യം, ഇവൻ എന്താ രസം, എന്താ കണ്ണുവിടാത്ത, എന്താ കണ്ണ് കേൾക്കാത്ത, എന്ത് ഇവർക്കൊന്നും കണ്ണ് കേൾക്കുന്നില്ല. കണ്ണീർ കമ്പയർ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട്. അത് സൂക്ഷിക്കണം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അതിനുള്ള വഴികളും നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഓതണം എല്ലാ ദിവസവും. സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി കുല്ലിഹാ മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു നാട്ടിൽ പോയാൽ
നിങ്ങൾ മുട്ടുന്തലയിൽ നിന്ന് കാഞ്ഞക്കാട്ടേക്ക് പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ കാസർഗോഡേക്ക് പോയാൽ, വാഹനത്തിൽ കയറിയിട്ട് നിങ്ങൾ ഏത് നാട്ടിൽ നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നുവോ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ലം യദുറുഹു ശൈഉൻ, അവനെ ഒരു വസ്തുവും വേദനിപ്പിക്കൂല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. ശരിയല്ലേ? ഒരു വസ്തു എന്നെ വേദനിപ്പിക്കൂല. നമ്മൾ എവിടെ പോയിട്ട് നിങ്ങൾ ഇത് ഓതിക്കോളി. നിങ്ങളുടെ കുഞ്ഞിനെ പിടിച്ചിട്ട് നിങ്ങൾ ഇത് ഓതിക്കൊടുക്കണം. ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് മിൻ ഐനിൻ ലാമത്തിൻ വമിൻ ശൈത്താനിൻ ഹാമ്മത്തിൻ. ഇത് നിങ്ങൾ ഓതിക്കൊടുക്കണം. നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ണേർ ബാധിച്ചാൽ ഓതാനുള്ള ദുആ ഓതിക്കൊടുക്ക്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് ഓതിക്കൊടുക്ക്. കണ്ണേർ ബാധിച്ചാൽ നബി തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു പരിപാടിയുണ്ട്. ആരെങ്കിലും നമ്മളെ കണ്ണ് വിട്ടു എന്നിരിക്കട്ടെ, ഒരു സഹാബി, ആ സഹാബി നല്ല വെളുത്തു തൊടുത്ത ഒരു സഹാബി, ആ സഹാബിയെ മറ്റൊരു സഹാബി കണ്ടപ്പോ, ആ ശരീരം കണ്ടപ്പോ കണ്ണ് വിട്ടു. എന്തപ്പാ ഈ ബോഡി! ഇത് കണ്ടപ്പോ അദ്ദേഹം പെട്ടെന്ന് പനി പിടിച്ചു വീണു. കണ്ണേറാൻ പനി പിടിച്ചിട്ട് വീണു. നബി തങ്ങളുടെ അരികിലേക്ക് പോയിട്ട് പരാതി പറഞ്ഞു. നബിയെ, ഇന്ന ഒരു വ്യക്തി എന്നെ കണ്ടപ്പോ നല്ല രസമുള്ള ബോഡി, എന്നെ കണ്ടിട്ട് കണ്ണ് വിട്ടു, എനിക്ക് പനി പിടിച്ചു, വിറയ്ക്കുന്നു, ഫിക്സ് പോലെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാളെ കൂട്ടിയിട്ട് വാ. അയാളെ കൂട്ടിയിട്ട് വന്നു. ഒളുവെടുക്കാൻ പറഞ്ഞു. അയാളെ കൊണ്ട് ഒളുവെടുപ്പിച്ചു. കണ്ണ് വിട്ട ആളിനെ കൊണ്ട് ഒളുവെടുപ്പിക്കണം. കണ്ണ് വിട്ട ആളിനോട് ഒളുവെടുക്കാൻ പറഞ്ഞു. ഒളുവെടുത്ത പാത്രത്തിൽ വെള്ളം പിടിച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വെള്ളം പിടിച്ചു വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇദ്ദേഹത്തെ കുളിപ്പിക്കാൻ പറഞ്ഞു. കുളിപ്പിച്ചു. ഹദീസിലുള്ളതല്ലേ? പക്ഷെ നമുക്കിപ്പോ അയൽവക്കത്തെ താത്ത ഇഞ്ഞ കണ്ണ് വിട്ടിട്ട് ആമിന വാ ഒളുവെട് പാത്രത്തിലടി ഞാൻ കുളിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും രംഗം ഇവിടെ? എന്തായിരിക്കും രംഗം? ചില പെണ്ണുങ്ങളുണ്ട് കണ്ണ് ആ പ്ലാവിലേക്ക് നോക്കിട്ട് ഇത്രയും ചക്കയോ പടപടപടാ തുടിഞ്ഞു വീഴുക. ചില പെണ്ണുങ്ങൾക്ക് അതുണ്ട്. അതുകൊണ്ട് നമ്മൾ പോയിട്ട് ഒരാൾ അവരുടെ അടുത്ത് മാഷാ അല്ലാഹ് പറയാ, നിങ്ങൾ എപ്പോ ഒരു തോട്ടത്തിൽ കയറിയാലും, ഇപ്പൊ നമ്മളൊരു തോട്ടത്തിൽ നല്ല തെങ്ങുന്നോട്ടം, എന്താ തെങ്ങ്, നല്ല കൊലച്ചു കിടക്കുന്ന പൊണ്ടം, നല്ല പൊണ്ടം, നല്ല തേങ്ങ, പടപടപട ഓരോന്നോരോന്ന് കൊഴിയാൻ തുടങ്ങും. പിന്നെ കിട്ടൂല അതില് അടുത്ത വർഷം. ഇവളെ കൊണ്ട് ഒതുപിടിപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് എല്ലാ തെങ്ങിന്റെ ചോട്ടിലും ഒഴിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇവള് പറയണം, فلولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله. ما شاء الله الحمد لله ما شاء الله. നല്ല കുട്ടി മാഷാ അല്ലാഹ്, നല്ല പൊര മാഷാ അല്ലാഹ്, നല്ല വാഹനം മാഷാ അല്ലാഹ്, നല്ല വീട്, എല്ലാം നമ്മൾ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ച ഒന്ന്, അതാണ് അതിന്റെ അർത്ഥം. അതിപ്പോ ഇന്ന് നമ്മൾ ഇതൊരു മാഷാ അല്ലാഹ് ബോർഡാക്കിയിട്ട് പുറയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഓതണം. സൂറത്തുൽ കഹ്ഫിലുള്ള ആയത്താണ്. ഇത് ഓതണം. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എവിടെ കയറിയാലും ഏത് തോട്ടത്തിൽ പോയാലും ഇത് ഓതിക്കോ, പ്രശ്നമില്ല. ഇത് ഓതിക്കോ. ഇത് നമ്മൾ മാഷാ അല്ലാഹ് എഴുതി വെക്കുമ്പോൾ അതിൽ പ്രാവ്, കാക്ക, ഇതെല്ലാം ആയത്താണ്, ഖുർആന്റെ ആയത്താണ്. മാഷാ അല്ലാഹ് കളിക്കാനുള്ളതല്ല. ഇതൊക്കെ വാഹനത്തിലൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ട് കാക്ക എല്ലാം അതിൽ പോയിട്ട് അപ്പിയിട്ടാൽ ആരായിരിക്കും എന്റെ ഉത്തരവാദി? ഖുർആനായത്താ അത്, സൂറത്തുൽ കഹ്ഫ്. അതുകൊണ്ട് ഇത് ഓതണം. നല്ല വിളവുണ്ടാവും, നല്ല മാങ്ങ ഉണ്ടാവും, നല്ല പപ്പായ ഉണ്ടാവും, നല്ല തേങ്ങ ഉണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് നമുക്ക് പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആയത്തുകൾ ഓതുക, ഈ ദുആകൾ ഓതുക എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം ഇഖ്ലാസ്, 3 പ്രാവശ്യം ഫലഖ്, 3 പ്രാവശ്യം സൂറത്തുൻ നാസ്. നിങ്ങൾ ഇന്ന് മുതൽ, നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ ഇത്
നടപ്പിൽ വരുത്തിക്കോളി, എഴുതി വെച്ചോ. അൽഹംദുലില്ലാഹ് ഞാനൊക്കെ 10-28 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ നമ്മൾ ഓതിയിട്ടൊക്കെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ ആയത്തുകളും ഹദീസുകളൊക്കെ ഓതിയിട്ടാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് ദിക്റുകളെല്ലാം ചൊല്ലി പൂർത്തിയാക്കി കണ്ണേറ് കമ്പേറ് സിഹർ ബാധിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ് ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, രണ്ടാമത് ഫലഖ് ഓതണം, മൂന്നാമത് നാസ് ഓതണം. വീണ്ടും ഒന്നും കൂടി ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. വീണ്ടും മൂന്നാമത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. കൈകളിൽ ഊതി ശരീരങ്ങൾ നിങ്ങൾ തടയും. സുബഹിക്കും മഗ്രിബിനും ഈ ലെവലിൽ ഓതണം. 3 പ്രാവശ്യം ഇഖ്ലാസ്, 3 പ്രാവശ്യം ഫലഖ്, 3 പ്രാവശ്യം നാസ്. അത് ഓതേണ്ടത് എങ്ങനെ? ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അങ്ങനെ ഓതണം. ബാക്കിയുള്ള വഖത്തുകളിലൊക്കെ ഓരോ പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. ധൈര്യമായിട്ട് ഓതിക്കോളി. അത് ഓദിക്കോ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഈ സിഹറോ ഈ മാരണങ്ങളോ നമുക്ക് ബാധിക്കൂല ഇൻഷാ അല്ലാഹ്. ഈ ആയത്തിറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിഹർ ചെയ്യപ്പെട്ട അവസ്ഥയിൽ 8 മാസത്തോളം അവിടെ കിടന്ന കിടപ്പിലായി പോയി നബി തങ്ങൾ. ഇതിന്റെ സബബുൻ നുസൂൽ എടുത്ത് പരിശോധിച്ചാൽ കാണാം. അതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് തലയുടെ ഭാഗത്തിരുന്നിട്ട് പറഞ്ഞു, ലബീദ് ഇബ്നു അയ്സം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അങ്ങേക്ക് ചെയ്തത്. നഖം, മുടി, ചീർപ്പിന്റെ അതിന്റെ ഒരു ഭാഗം, ഇതുപോലെ 11 കൂട്ടം സാധനങ്ങൾ കെട്ടി ഒരു മോശമായ കിണറ്റിൽ കൊണ്ടിട്ട് നബിതങ്ങളെ ഇടങ്ങറാക്കി. ഈ 11 ആയത്താണ് സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഓരോ ആയത്തും ഓതുമ്പോ ഓരോ കെട്ടുകൾ പൊട്ടിപ്പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഷാറായിട്ട് റാഹത്തായിട്ട് എഴുന്നേറ്റ് വന്നു. സബബുൻ നുസൂല്, ഇതിന്റെ സബബുൻ നുസൂലൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കോളി, വെറുതെ പറയല്ലോ. ഇതുകൊണ്ട് ഇത് നിങ്ങൾ ഓദിക്കോ, ഇത് ഏൽക്കൂല. ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ മഹാന്മാരൊക്കെ വേറെ പല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബദരീങ്ങളുടെ ഒക്കെ പേര് എഴുതൽ, അതൊക്കെ നമ്മളിപ്പോ ഇതിനകത്ത് യൂട്യൂബിലൊക്കെ നമ്മൾ ഈ സാധനം ഇരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ നാളെ ഇട്ട് പൊങ്കാല ഇടാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതൊക്കെ വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ പറയാം, അനുവദിക്കപ്പെട്ടത്. അതല്ലാതെ ഹറാമായ ഷിർക്കിന്റെ വഴികളിലേക്ക് ഇപ്പൊ നമുക്ക് മറ്റു മതസ്ഥരുടെ നിയമം അനുസരിച്ച് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഹോമം ചെയ്യുക, അല്ലെങ്കിൽ തേങ്ങ ഉടയ്ക്കുക, അല്ലെങ്കിൽ മത്തങ്ങക്കകത്ത് കുത്തിക്കേറ്റിയിട്ട് വേറെ സാധനങ്ങളുണ്ട് വീട്ടിന്റെ മുന്നിൽ കൊണ്ട് തൂക്കിയിടുക. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലോറി വരുമ്പോ കണ്ടിട്ടോ, അതിന്റെ പിറകില് എന്നൊരു സാധനം ഇരിപ്പുണ്ട്. ഇനി നോക്കിക്കോ, വലിയ ട്രെയിലർ വരുമ്പോ അതിന്റെ ബാക്കിലുണ്ട് ഒരു സാധനം, കണ്ണുവിടാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു കോലം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ ഓരോ കെട്ടിടങ്ങൾ കണ്ടില്ലേ, ഓരോ കോലം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതിലേക്ക് മനുഷ്യനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താൽ ഈമാനിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. സഹോദരിമാർ കാരണം ഇതിൽ കൂടുതലും വശംവദരാകുന്ന സഹോദരിമാരാണ്. ഇപ്പൊ ജിന്നുമ്മ കണ്ടില്ലേ, നാട്ടിൽ തന്നെ കണ്ടില്ലേ, ജിന്നുമ്മായും പോയി, മണവും പോയി, ജിന്നിനെ സേവിച്ചവരും പോയി, ആമീൻ പിടിച്ചവരും പോയി, ദുആ ചെയ്തവരും പോയി, എല്ലാവരും പോയി. പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയായി ഇത് മാറിയിരിക്കുകയാണ്. നമ്മൾ ഇതിൽ പോയി വീണു പോകരുത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ വീണു പോകരുത്. ഇതൊക്കെ മഹാന്മാരായ ഉസ്താദന്മാരോട്ട് ആലോചിച്ചിട്ട് നമ്മൾ പോകണം. ഇങ്ങനെ ഉസ്താദെ, ഈ പെണ്ണുങ്ങളിലൊക്കെ ഇങ്ങനെ ജിന്ന് വരുമോ ഉസ്താദെ? അങ്ങനെ വന്നാൽ അത് ശരിയാകുമോ ഉസ്താദെ? അതിന്റെ രീതി എന്താണ് ഉസ്താദെ? ചോദിച്ചു പഠിക്കുക. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ചോദിച്ചതാ പറഞ്ഞു തരാം. നമുക്കിപ്പോ ഇങ്ങനെ പരസ്യമായിട്ട് പറയുമ്പോ അത് ചിലർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല, ചിലർക്ക് ചിലപ്പോ എതിരായിരിക്കും. അതുകൊണ്ട് റുഖയ്യ ശർഇയ്യ ഇസ്ലാമിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഇങ്ങനെ ഒരു മുസീബത്ത് ഉണ്ടെങ്കിൽ അത് ഓതി മാറ്റുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അത് ഓതി മാറ്റാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ദുആകളുണ്ട്. മഹാന്മാർക്ക് അവർക്ക് കിട്ടിയ ഇജാസത്ത് വെച്ചിട്ട് അവര് പല വഴികളും നല്ല വഴികൾ നമ്മളോട് പറഞ്ഞുതരും. അതൊക്കെ നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടാത്ത, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഷിർക്കിന്റെ കുഫറിന്റെ വഴികളിലേക്കും വ്യാജ ഔലിയാക്കൾ, നിസ്കാരമില്ല,
നമസ്കാരം ഉണ്ടാവില്ല, നിസ്കാരമേ ഇല്ല, ജുമാ നിസ്കാരമില്ല, റമദാനിൽ നോമ്പില്ല. ഔലിയാക്കളായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കും, അവരുടെ പിന്നിൽ ആയിരങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കും. നമസ്കാരമില്ലാത്ത ഒരാള് ഒരിക്കലും വലിയല്ല എന്നുള്ള കാര്യം ഓർത്തോളിൻ. അല്ലെങ്കിൽ മജ്ദൂബ് ആയിരിക്കണം, ഹാല് മാറിയ ആളായിരിക്കണം. നമ്മുടെ മലയാള ഭാഷയിൽ മസ്താൻമാർ എന്നൊക്കെ പറയും. അവർക്ക് നമസ്കാരം നിർബന്ധമില്ല, അത് മറ്റൊരു വിഭാഗം. അതല്ലാതെ നല്ല ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, കഴിവുണ്ട്, സ്വതന്ത്രനാണ്, ഓർമ്മയുണ്ട്, അവർക്ക് നമസ്കാരമോ ഇബാദത്തുകളോ ഒന്നുമില്ലാതെ സദാ ദിക്റ് 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 ദുആ ദുആ എന്ന് പറഞ്ഞ് നിങ്ങൾ പറ്റിച്ചാൽ അതിൽ നിങ്ങൾ വീണു പോകണ്ട കേട്ടോ. പേടിക്കേ വേണ്ട, ധൈര്യമായിട്ട് എതിർത്തോ, ഒരു ചുക്കും സംഭവിക്കൂല. ഞാൻ എതിർക്കാം, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെതിരെ സംസാരിച്ചു. അപ്പോഴേ അവർ പറഞ്ഞു, അമ്മോ പറയല്ലേ, അങ്ങനെ കുറിച്ച് പറഞ്ഞാല് കത്തിപ്പോവും, ആകാശത്ത് നിന്ന് തീറങ്ങും. ഉടനെ അല്ലാഹ് ആയത്തിറക്കി, ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ. പരിശുദ്ധ ഖുർആൻ ഇറക്കിയ പടച്ച തമ്പുരാൻ സാലിഹീങ്ങളെ അല്ലാഹു സംരക്ഷിച്ചു കൊള്ളും കേട്ടോ. അതുകൊണ്ട് അധർമ്മത്തിനെതിരെ നമ്മൾ മിണ്ടാണ്ടിരിക്കണ്ട. വ്യാജ ദൈവങ്ങൾക്കെതിരെ, വ്യാജ ഔലിയാക്കൾക്കെതിരെ നമ്മൾ മിണ്ടാണ്ടിരിക്കണ്ട. ധൈര്യമായിട്ട് പറഞ്ഞോ, അല്ലാഹു നമ്മളെ സംരക്ഷിക്കും, ഉറപ്പാണ് കേട്ടോ. നമ്മളെ സഹായിക്കും, അല്ലാഹു നമ്മളെ സംരക്ഷിക്കും, പേടിക്കണ്ട. ഔലിയാക്കന്മാരെ ആരാ സംരക്ഷിച്ചത്? ഈ ഔലിയാക്കന്മാരൊക്കെ ഈ കാട്ടിലും എവിടെയൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, നമ്മളൊക്കെ കാട്ട്, ഞാൻ കർണാടകത്തിലൊക്കെ ഉറൂസിന് പോകും, കാട്ടിന്റെ ഉള്ളിലൊക്കെ മക്കവറ, ആരുമില്ല. ആരായിരിക്കും അവരെ സംരക്ഷിച്ചത്? ആരാ അവരെ സഹായിച്ചത്? എരുമാടൊക്കെ നിങ്ങൾ പോയി നോക്ക്, അവിടുത്തെ ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാം. ആരാണ് ഇവരെയൊക്കെ സഹായിച്ചത്? ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ പോയി നോക്ക്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ, അവർ ഖൽവത്തിലിരുന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ആരുമില്ല, ഒരു മനുഷ്യൻ പോലുമില്ല. ആരാണ് അവർക്ക് റിസ്ക് കൊടുത്തത്? ആരാണ് അവരെ സംരക്ഷിച്ചത്? ഇന്ന വലിയല്ലാഹ് അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹീൻ. അല്ലാഹ് സഹായിക്കും. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും അധികമായി പറഞ്ഞിരുന്ന ഒരു ദിക്റാണ് അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു എന്നോടൊപ്പമുണ്ട്, അല്ലാഹ് എന്റെ പ്രവർത്തികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, എന്നെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മറച്ചു വെച്ചിട്ട് എനിക്കൊരു പണിയും ചെയ്യാൻ പറ്റൂല. ഏത് സമയത്തും മഹാനായ ശൈഖുനാ ജീലാനി തങ്ങൾ അവர்கள் പറഞ്ഞുകൊണ്ടിരുന്ന, ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു വാക്കാണ്. എന്നത് റാത്തീബുകളിൽ നമ്മൾ ചൊല്ലുന്നുവെങ്കിൽ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അവരെ കൽബ് കൊണ്ടാണ് അവരത് ചൊല്ലിയത്, നമ്മൾ നാവ് കൊണ്ടാണ് അത് ചൊല്ലുന്നത്. നാവ് കൊണ്ട് ചൊല്ലിയിട്ട് പുറത്തേക്ക് പോകുമ്പോ ഒരു 2000 രൂപ കിടക്കുന്നത് കണ്ടാൽ, ഒരു പവന്റെ സ്വർണം കിടക്കുന്നത് കണ്ടാൽ, അത് മെല്ലെ എടുത്ത് പാക്കറ്റിലാക്കിയിട്ട് നമ്മൾ ഈ ദിക്റൊന്ന് ഓർക്കും. അല്ലാഹ് ഹാദിരി അല്ലാഹ് നാദിരി അല്ലാഹ് ഷാഹിദി അല്ലാഹു മഈ. പടച്ചവരെ, അല്പം മുമ്പ് ഞാൻ ഈ ദിക്ർ ചൊല്ലിയവനാണ്, എന്റെ സകലമാന പ്രവർത്തികളും നീ കാണുന്നവനാണ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നീ സാക്ഷ്യം വഹിക്കുന്നവനാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഒരു മാല കിടക്കുന്നത് കണ്ടിട്ട് ആരും കാണാതെ ഞാൻ എന്റെ പോക്കറ്റിലേക്ക് താഴ്ത്തി. ഇവന്റെ ദിക്ർ കൊണ്ട് വല്ല പുണ്യമുണ്ടോ? ഇവൻ ചൊല്ലിയ ദിക്ർ കൊണ്ട് വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്നാ മഹാനായ വലിയവറുകൾ പറഞ്ഞത്. അല്ലാ, നിന്നെ മറച്ചു വെച്ച് എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റൂല. അവർ അള്ളാഹെ ഭയപ്പെട്ടത് രഹസ്യത്തിലും പരസ്യത്തിലാണ്. നമ്മൾ പരസ്യത്തിൽ ഭയപ്പെടുന്നു, രഹസ്യത്തിൽ ഭയപ്പെടുന്നില്ല. അവർ രഹസ്യത്തിൽ ഭയപ്പെടുന്നു, നമ്മൾ പരസ്യത്തിൽ ഭയപ്പെടുന്നു. അവർ അപ്പൊ ഔലിയാക്കളായി, ഔലിയാ ഉള്ളയായി, അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറി. വെറുതെ എല്ലാവർക്കൊക്കെ ഈ ദർജ അള്ളാഹു തആല കൊടുത്തത്. അള്ളാഹു നമുക്കും ആ പദവി നൽകുമാറാകട്ടെ. അതിന് പണിയെടുക്കണം, അതിനോട് സൂക്ഷിക്കണം. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. ഏത് സമയത്തും മഹാൻ അവர்கள் ചൊല്ലിക്കൊണ്ടേയിരുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
ഖൽബുകൾക്ക് നിങ്ങൾക്ക് ശാന്തി വേണോ, സമാധാനം വേണോ, ദിക്ർ ചൊല്ലണേ, ദിക്ർ ചൊല്ലണേ, അല്ലാഹുവിനെ സ്മരിക്കണേ. ഔലിയാക്കൾ അങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുത്തത് കേട്ടോ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. അല്ലാഹുക്ക് മഹത്തരമാറിയ 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അല്ലാഹയെ വിളിക്കണേ. ആ നാമങ്ങൾ കൊണ്ട് പടച്ചവരിലേക്ക് നിങ്ങൾ അടുക്കണേ. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത നാമങ്ങളൊന്നും നിങ്ങൾ വിളിക്കണ്ട കേട്ടോ. വിളിച്ചു അസ്മാഉൽ ഹുസ്ന ദിവസം ആർക്കെങ്കിലും 99 പ്രാവശ്യം ഓതി, 99 നാമം 99 പ്രാവശ്യം ഓതി ദുആ ചെയ്യാൻ പറ്റുമോ? അൽഹംദുലില്ലാ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ചു തരും. അസ്മാഉൽ ഹുസ്ന 99 ആണ്. ആ 99 നാമം 99 പ്രാവശ്യം ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ദുആ ചെയ്യണം. നോക്കൂ, അല്ലാഹ് പറഞ്ഞ വാക്കാ ഇത്. ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ എന്നെ വിളിക്ക്, ഞാൻ അതിന് ഉത്തരം തരാം. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് ചോദിക്കാതെ അഹങ്കാരികളും ധിക്കാരികളുമായി നിങ്ങൾ മാറിയാൽ നിങ്ങളെ ഇകഴ്ത്തപ്പെട്ട നിന്ദ്യരായ നരകത്തിലേക്ക്, നിന്ദ്യരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കും. അതുകൊണ്ട് ദുആ ചെയ്യാതിരുന്നാൽ അല്ലാഹുക്ക് ഇഷ്ടമല്ല. ദുആ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ തലച്ചോറാണ്, ബ്രെയിനാണ് ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണേ. പ്രവാചകന്മാര് ദുആ ചെയ്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ പോയി കരങ്ങൾ ഉയർത്തി ദുആ ചെയ്ത് അവിടുത്തെ കക്ഷത്തിന്റെ ആ വെള്ള നിറം കാണാമെന്ന് ഹദീസിൽ നമുക്ക് വ്യക്തമായിട്ട് തെളിവുണ്ടെങ്കിൽ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, മണിക്കൂറുകളോളം ദുആ ചെയ്ത ചരിത്ര പാരമ്പര്യമാണ് നബി തങ്ങൾക്കുള്ളത്. ജബലുർ റഹ്മയിൽ വെച്ച് ദുആ ചെയ്തില്ലേ? ബഖീഉൽ ഖർഖദിൽ വെച്ച് ദുആ ചെയ്തില്ലേ? ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ നേരെ മദീന പള്ളിയിലേക്ക് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് നമസ്കാരത്തിൽ കിടന്നിട്ട് സുജൂദിൽ കിടന്ന് മണിക്കൂറുകളോളം ദുആ ചെയ്യാറില്ലേ? സൂര്യഗ്രഹണം സംഭവിക്കുമ്പോ, ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോ, വീട്ടിൽ പട്ടിണി ബാധിക്കുമ്പോ, ദാരിദ്ര്യം കൊണ്ട് കൊടുമുടിയുടെ ഉത്തുംഗ സോപാനത്തിലെത്തുമ്പോ, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട നബി തങ്ങൾ അഹ്ലു ബൈത്തുകളെ വിളിച്ചിട്ട് പറയുകയാണ്, സല്ലൂ സല്ലൂ സല്ലൂ, നിങ്ങൾ നമസ്കരിക്കണേ, നിങ്ങൾ നമസ്കരിക്കണേ, നിങ്ങൾ നമസ്കരിക്കണേ. ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക കാണുമ്പോ നബി തങ്ങൾ പറയുന്ന വാക്കാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഇന്നാ കുന്നാ ആലു മുഹമ്മദ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരാണ്, അഹ്ലു ബൈത്തുകളാണ്. നംകുസു ശഹ്റാ, മാസങ്ങളോളം ഞങ്ങൾ താമസിച്ചു. മാ നസ്തൗഖിദു ബിനാർ ഇൻ ഹിയ ഇല്ല തംറു വൽ മാ, പട്ടിണി കിടന്നിട്ട് ഞങ്ങളുടെ അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ, അടുപ്പ് പുകഞ്ഞിട്ടില്ല കേട്ടോ. മാസങ്ങളോളം കേവലം വില കുറഞ്ഞ തമ്ര്, ഈത്തപ്പഴവും വെള്ളവും കൊണ്ടാണ് ഞങ്ങളുടെ വിശപ്പടക്കിയത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യബീതുൽ ലയാലിയൽ മുതതാബിഅ താവിയൻ ഹുവ വഅഹ്ലുഹു. ആദരവായ റസൂലുള്ളാഹി തങ്ങളും അവിടുത്തെ അഹ്ലു ബൈത്തുകളും കുടുംബക്കാരും രാത്രി കഴിക്കാൻ ഭക്ഷണമില്ലാതെ ലായജിദൂന അശാ, രാത്രി കഴിക്കാൻ ഭക്ഷണമില്ലാതെ എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ട് വയറുവേദന എടുത്തിട്ട് വയറ് ചുരുട്ടി വെച്ച് ഉറങ്ങുമായിരുന്നു. നബിതങ്ങള് കഴിക്കാൻ മന്തിയില്ല, ഷവ്വായ ഇല്ല, ഷവർമ ഇല്ല, കുഴിമന്തി ഇല്ല, കുഴിക്കാത്ത മന്തിയില്ല, ആട് പുഴുങ്ങിയതില്ല, ബ്രെയിൻ ഇല്ല, മഞ്ഞത്തണ്ണി ഇല്ല. ഇവിടെ മഞ്ഞത്തണ്ണി ഉണ്ടാ, ഇച്ചിരി ഉപ്പളാവാ അങ്ങോട്ടല്ലേ, ഇതൊന്നുമില്ല. രാത്രി രാത്രി കഴിക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ വയറ് ചുരുട്ടി വെച്ച് ഉറങ്ങുമായിരുന്നു. നബിയും നബിയുടെ കുടുംബക്കാരും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി.
നമ്മളൊക്കെ സുബഹി നിസ്കാരം കഴിഞ്ഞത് മുതൽ പുട്ടും കടലയും കൊണ്ട് തുടങ്ങും ബർക്കത്തായിട്ട്. പുട്ടും പയറും സുബഹി കഴിഞ്ഞ പാടെ പോയിട്ട് ചായ കുടിച്ചിട്ട് ചെറിയ പുട്ടുണ്ടാവും, പയറുണ്ടാവും, അല്ലെങ്കിൽ ഏത്തക്ക പുഴുങ്ങിയത് 2 മുട്ടയും അതും കൊണ്ട് തുടങ്ങും. രാത്രി 12:45 അൽഫഹമിലാണ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രാത്രി 12 ആവുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്ത് നോക്കി ഇല്ലേ, എത്ര പ്രാവശ്യം അവിടെ തിന്നിട്ടുണ്ടാവും. എന്താ എന്റെ സ്വഭാവം പറയാണ്, നിങ്ങളല്ല, നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാപ്പാ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കടകൾ നോക്കി വെക്കും. മാഷാ അല്ലാഹ്, ഓരോരോ മന്തിക്കടകളെല്ലാം കണ്ടിങ്ങനെ വെച്ചിട്ട് പോത്തുംകാല് കിട്ടുന്നത് എവിടെയാണ്, വാരിയല് കിട്ടുന്നത് എവിടെയാണ്, ആടിന്റെ പുഴുങ്ങിയത് കിട്ടുന്നത് എവിടെയാണ്, ഇതൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ട് നമ്മൾ തീറ്റിയോടെ തീറ്റി. യബീതു ഖൗമും മിൻ ഹാദിഹിൽ ഉമ്മ ഫീ തുഅമിൻ വശുർബിൻ. എന്റെ ഉമ്മത്തികൾ രാത്രി കഴിച്ചു കൂട്ടുന്നത് തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഒക്കെയാണ്. നബീന റസൂലുള്ളാഹി എല്ലാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ നബിതങ്ങൾ പറഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ തതഖാറബുൽ അസ്വാഖ്, കടകളൊക്കെ അധികരിക്കും കേട്ടോ, മാളുകൾ അധികരിക്കും കേട്ടോ, ഹോട്ടലുകൾ അധികരിക്കും കേട്ടോ. അല്ലേ, എത്ര ഹോട്ടലാ ഇവിടെ. നിങ്ങൾ കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് എണ്ണി നോക്കി എത്ര ഹോട്ടലാന്നുള്ളത്, എത്ര തട്ടുകടയാണുള്ളത്. തതഖാറബുൽ അസ്വാഖ്, ഇഷ്ടംപോലെ സൂക്കുകൾ സൂക്കുകൾ സൂക്കുകൾ, മാളുകൾ 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 അധികരിക്കും. ഖിയാമത്ത് നല്ല അടയാളാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പോയതല്ലേ. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നിട്ട് സഹിക്കവയ്യാതെ ഒരു സ്വഹാബിയുടെ വീട്ടിൽ പോയിട്ട് ഈത്തപ്പഴം കഴിച്ച് വയറ് നിറഞ്ഞപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, ثم لتسألن يومئذ عن النعيم. സഹാബ, ഇതിനെ കുറിച്ച് നാളെ അള്ളാന്റെ അടുക്കൽ ചോദ്യമുണ്ടാകും കേട്ടോ. ഇതിനെ കുറിച്ച് പട്ടിണി കിടന്ന് ഗതിയില്ലാതെ വിശന്ന് ഒട്ടിയ വയറുമായി ഒരു സഹാബിയുടെ വീട്ടിൽ ചെന്നിട്ട് ഉണങ്ങിയതും പച്ചയുമായ അവിടുത്തെ പാകമായതും അല്ലാത്തതുമായ അള്ളാന്റെ റസൂലും സഹാബത്തും കഴിച്ചുപോയ ഭക്ഷണം ഈത്തപ്പഴം, അത് വയറൊന്നും നിറഞ്ഞു പോയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഈ നിഅമത്തിനെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും സ്വഹാബ. ഉടനെ സ്വഹാബത്ത് ചോദിച്ചില്ലേ, നബിയേ, പട്ടിണി കിടന്നിട്ട് വിശപ്പ് മാറ്റാൻ കഴിച്ചതല്ലേ, അത് തന്നെയാണ് സ്വഹാബ, അതിനും നാളെ കണക്ക് പറയണം കേട്ടോ. അതിന് കണക്ക് പറയണം. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കടയിൽ വെച്ച് തന്നെ കണക്ക് പറയാറുണ്ട്. SGST, GST, SGST കണക്കല്ലേ. നമ്മളൊരു ഊണ് കഴിച്ചാല് സംസ്ഥാന സർക്കാരിനും പൈസ കൊടുക്കണം, കേന്ദ്ര സർക്കാരിനും പണം കൊടുക്കണം. ഒരു മുട്ട കഴിച്ചാല് 33 പൈസ സംസ്ഥാന സർക്കാരിനും കൊടുക്കണം, അവിടെയും കൊടുക്കണം. 66 പൈസ മുട്ടയ്ക്ക് കൊടുക്കണം. ഒരു ദോശ വാങ്ങിയാല് 40 പൈസ ഈ സംസ്ഥാന സർക്കാരിനും കൊടുക്കണം, കേന്ദ്ര സർക്കാരിനും കൊടുക്കണം. എന്തിനു പറയുന്നു, പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന സംസം വെള്ളത്തിന് പോലും ടാക്സ് 1.5 റിയാല് അതിന് ടാക്സ് അടയ്ക്കണം. ഇവിടെയേ ഹിസാബ്, ഇവിടെയേ ഹിസാബ്. അപ്പൊ ആഖിറത്തെ ഹിസാബ് ഉണ്ടോ ഇല്ലേ? ആഖിറത്തെ ഹിസാബ് ഉണ്ടോ ഇല്ല? ഇവിടെയേ ഹിസാബ്. കല്യാണത്തിന് മംഗളത്തിന് എന്താ ചാപ്പാട്. യൂട്യൂബുകാരൻ വരും, ബ്ലോഗർ വരും, അവൻ കാണാൻ വേണ്ടിയിട്ട് അടുക്കള മുതൽ അന്താരാഷ്ട്ര വരെ അവനെ ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചിട്ട് അപ്പൊ ഇതൊന്നും ആരും കണ്ണുവിടാറില്ലേ? ഇതാ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇതൊന്നും എന്താ കണ്ണുവിടാത്ത? യോ പടച്ചോര്, ഇത്രയും വലിയ 100 പവന്റെ സ്വർണ്ണം ഇട്ടിങ്ങനെ കൊടുത്തിട്ട് പെണ്ണിനെ ഇങ്ങനെ രംഗത്തിറക്കിയിട്ട് യോ പടച്ചോന് 100 പവന, അവക്കൊരു പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. അതെന്താ കണ്ണുവിടാ? 100 പവൻ ആരും കണ്ണുവിടുന്നില്ല. എന്താ ഒന്ന് കണ്ണുവിടാത്തത്? അവൾക്ക് എന്തേ ഒന്നും ഉണ്ടാകാത്തത്? ചിന്തിച്ചു നോക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കല്യാണത്തിന്, ആഡംബരത്തിന്, ഈ ചാപ്പാടിന് വേണ്ടി അമിതമായി പണം ചെലവ് ചെയ്തിട്ട് അത് വേസ്റ്റ് ആക്കിയാൽ ആ കല്യാണം നടത്തിയ ഇഞ്ഞ അള്ളാന്റെ കോടതി സമാനം പറയണം. 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനുമാണ് കാറ്ററിംഗ് സർവീസുകാർക്ക് ചാപ്പാടിന് പൈസ കൊടുക്കുന്നത്. 70 ലക്ഷം 80 ലക്ഷം അവർക്കൊരു ഫഖ്റാണ്. കൊടുത്തോളി, നിങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തോളി, വേസ്റ്റ് ആക്കരുത്.
അര-ലിറ്ററിന്റെ വെള്ളം കൊടുക്കും, വെറുതെ കുടിച്ചിട്ട് കളയും. നാളെ ഈ വെള്ളത്തിന്റെ പേരിൽ അള്ളാന്റെ കോടതിയിൽ സാക്ഷി പറയണം. വെറുതെയല്ല. നബിതങ്ങൾ പറഞ്ഞു, ലോകാവസാനത്തിന്റെ അടയാളമാണ് വെള്ളത്തിന് വേണ്ടി തമ്മിലടി ഉണ്ടാകും, യുദ്ധം ചെയ്യുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വെള്ളത്തിനൊരു അടി ഉണ്ടാവും. ഇന്ന് അര-ലിറ്റർ വെള്ളം വന്ദേ ഭാരതിൽ ഓരോ ലിറ്റർ വെള്ളം കൊടുത്തപ്പോൾ എല്ലാവരും കുടിച്ച് കളയും, വേസ്റ്റ്. ഇപ്പൊ അവര് പഠിച്ചു അര-ലിറ്റർ വെള്ളാക്കി. അതുകൊണ്ട് 300 മില്ലിയുടെ വെള്ളത്തിന്റെ ബോട്ടിൽ കൊടുക്ക്, ആവശ്യത്തിന് കുടിക്കട്ടെ, ബാക്കി വെള്ളം സൂക്ഷിച്ചു വെക്കി. നമ്മൾ സൂക്ഷിക്കണം. റബ്ബനാ ഗഫിർ ലനാ ദുനൂബനാ വൈസ്റാഫനാ ഫീ അംരിനാ. ദുആ ചെയ്തോ മക്കളെ, പടച്ചവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ദുർവ്യയത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു, അതിൽ നിന്ന് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. കുലൂ വഷ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കുടിച്ചോ, അൽഹംദുലില്ലാ, വയറ് നിറച്ച് കഴിച്ചോ കുടിച്ചോ, പക്ഷേ വലാ തുസ്രിഫൂ, ദുർവ്യയം ചെയ്യല്ലേ, വലിച്ചെറിയല്ലേ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടൂല കേട്ടോ. കല്യാണത്തിന് അടിച്ചുപൊളിച്ച കല്യാണം നടത്തിയിട്ട് ആ ഭക്ഷണമെല്ലാം നിങ്ങൾ ഗുമാമയിലേക്ക് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട്, വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ പെണ്ണിനെ നിങ്ങൾ പറഞ്ഞു വിടുമ്പോ ഓർക്കണം, ആ അന്നദാനം അള്ളാഹുവിനോട് പരാതി പറയുകയാ. ആ അന്നദാനം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ പരാതി പറയുകയാ. ഫലസ്തീനിന്റെ മക്കള് മാസങ്ങളായി പുല്ല് തിന്നിട്ടാണ് കഴിയുന്നത്, മണ്ണ് വാരി തിന്നിട്ടാണ്, മണ്ണ് കുഴച്ച് റൊട്ടി പരുവത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഫലസ്തീനിലെ കുഞ്ഞുമക്കൾക്ക് മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത് റൊട്ടിയാണ് മക്കളെ, കഴിക്ക്. നമ്മുടെ മക്കള് നല്ല ബട്ടർ ചിക്കൻ തിന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സമുദായത്തിലെ അഹ്ലു ബൈത്തുകളിൽപ്പെട്ട ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫലസ്തീനിന്റെ മണ്ണില് നമ്മുടെ മക്കള് കഴിക്കുന്നത് പുല്ലും മണ്ണുമാണെന്ന കാര്യം മറന്നു പോകണ്ട. കല്യാണ മാമാങ്കത്തിന് ലക്ഷോപലക്ഷങ്ങൾ പൊടി പിടിച്ചിട്ട് അഹങ്കാരത്തിന്റെ കല്യാണം നടത്തിയിട്ട് ആർഭാടം നടത്തിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ആ കല്യാണം നടത്തിയ ഉടമസ്ഥൻ അല്ലാഹുവിന്റെ അടുക്കൽ മറുപടി പറയണം. ഖുർആനാണ്, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഖുർആനാണ്, എന്നെ കുറ്റം പറയരുത്. ഈ ഖുർആന്റെ ആയത്താ, ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയട്ടെ ഇയാൾ പറഞ്ഞ തെറ്റാണെന്ന്. വെറുതെ അല്ല, ഖുർആനൊന്നും വെറുതെ അല്ല. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് സാന്ത്വനം നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ് ഖുർആൻ. മുത്തഖീങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മുത്തഖീങ്ങളെ സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സമാധാനത്തിന്റെ വഴികളിലേക്ക് തെളിക്കുന്ന പരിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. നന്മയായ വഴികളെ തെരഞ്ഞെടുക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? സത്യസരണിയെ പുൽകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? സദ്ഗുണ സമ്പന്നനാകാൻ ആർക്കെങ്കിലും കൊതിയുണ്ടോ? ഈ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ. ആ ഖുർആൻ നിങ്ങളെ യഥാർത്ഥ വഴികളിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. വയുബശ്ശിറുല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. പരിശുദ്ധമായ ഖുർആനിനെ മുറുകെ പിടിച്ചാൽ, ആ ഖുർആൻ ഓതിക്കൊണ്ട് സ്വാലിഹായ അമലുകൾ ചെയ്താൽ അവർക്ക് സന്തോഷ വർത്തമാനം ഖുർആൻ നൽകുകയാണ്. എന്താണെന്നറിയോ? അന്ന ലഹും അജ്റൻ കബീറാ. അവർക്ക് നാളെ ആഖിറത്തിൽ ഉന്നതമായ പദവി ലഭിക്കും കേട്ടോ. ഖുർആൻ തന്നെ മറുപടി പറയുകയാണ്. വീട്ടിൽ പൈശാചികമായ പ്രശ്നമുണ്ടോ? പിശാച് സേവയുണ്ടോ? ശൈത്താനുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും സിഹ്റ് ചെയ്തെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പാത്രം, വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് വെച്ചിട്ട് സൂറത്തുൽ ബഖറ ഉറക്കെ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്തിട്ട് ആ വെള്ളത്തിൽ ഊതിയിട്ട് നിങ്ങൾ കുടിക്കുകയും കുളിക്കുകയും ചെയ്യണേ.
സൂറത്തുൽ ബഖറ 2.5 ജുസുണ്ട്. അത് ഓതിയാൽ പിശാചുക്കൾ ആ വീട്ടിൽ നിന്നും പറന്നു പോകുമത്രേ. വാപ്പാക്ക് കടമുണ്ടോ? വാപ്പ പട്ടിണിയിലാണോ? ദാരിദ്ര്യത്തിലാണോ? എന്റെ പൊന്നുമക്കളെ, പൊന്നു പെങ്ങളെ, എല്ലാ ദിവസവും നിങ്ങൾ മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണേ. പട്ടിണിയാവൂല, ദാരിദ്ര്യത്തിലാവൂല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗശയ്യയിലേക്ക് കിടക്കുകയാണ്. അന്ന് രാജ്യം ഭരിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അമീറായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പുറയിലേക്ക് വന്നപ്പോ പാവപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. 8 പെൺമക്കളുണ്ട്. ദാരിദ്ര്യത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന ആ ഒരു അവസ്ഥയില് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് പറഞ്ഞു, അല്ലയോ മഹാനവറുകളെ, ബൈത്തുൽ മാലിൽ നിന്ന് കുറച്ച് പണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് 8 പെൺമക്കളാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പട്ടിണിയിലാണെന്നും പരിവട്ടത്തിലാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ബൈത്തുൽ മാലിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗശയ്യയിൽ കിടന്നിട്ട് രാജ്യം ഭരിക്കുന്ന അമീറുൽ മുഅ്മിനീൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്ക്, എന്റെ ഹബീബേ അമീറുൽ മുഅ്മിനീൻ, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖറഅ വാഖിഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം യദുർറുഹു ഫഖ്റു വഫാഖാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആരാണോ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത് അവർക്ക് ദാരിദ്ര്യം ബാധിക്കുകയില്ലേ ഇല്ല, അവർ പട്ടിണിയാവുകയില്ലേ ഇല്ല എന്ന് എന്റെ റസൂല് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ 8 പെൺമക്കളെ സൂറത്തുൽ വാഖിഅ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഓശാരം വേണ്ട, എന്റെ മക്കള് പട്ടിണിയാവൂല കേട്ടോ. അത്ര വലിയ ഈമാൻ. സൂറത്തുൽ വാഖിഅ മക്കളെ കൊണ്ട് ഓതിപ്പിക്ക്, പഠിപ്പിക്ക്, രാത്രി പഠിപ്പിക്ക്, മഗ്‌രിബ് കഴിഞ്ഞ് ഓതാൻ പറയണം. 12 സൂറത്തുൽ വാഖിഅ പഠിപ്പിക്ക്. സൂറത്ത് യാസീൻ അതിന്റെ ഗുണം എന്തറിയോ? ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ. ഹാറ്റിന്റെ പ്രശ്നമുണ്ടോ? സൂറത്ത് യാസീൻ രാവിലെ 3 പ്രാവശ്യം ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്ക്. ഹാർട്ടിന്റെ രോഗികൾക്ക് കൊടുക്ക്. അറ്റാക്ക് വരുമ്പോ സൂറത്ത് യാസീൻ ഓതി വെള്ളം കൊടുത്തോണ്ടിരിക്കരുത്. ഇനി അറ്റാക്ക് വന്ന ഒരാൾക്ക് സൂറത്ത് യാസീൻ ഓതി വെള്ളം കൊടുത്ത് അയാൾ വടിയായി പോയി നിങ്ങൾ വണ്ടി എടുത്തിട്ട് പത്തനാപുരത്ത് വരും. ഉസ്താദ് നിങ്ങൾ പറഞ്ഞിട്ട് യാസീൻ ഓതി ആള് മരിച്ചുപോയി, നിങ്ങൾ അതിനുള്ള ഉത്തരം പറയണമെന്ന് പറഞ്ഞു. അങ്ങനല്ല എൻ്റെ അർത്ഥം. എല്ലാവരും ആദ്യം എല്ലാ ദിവസവും 3 യാസീൻ ഓതിയിട്ട് വെള്ളം കുടിക്കണം. ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ. ഖുർആനിന്റെ ഖൽബ് ഹാറ്റാണ് സൂറത്ത് യാസീൻ. അപ്പൊ ഹാറ്റ് സംബന്ധമായ സകല പ്രശ്നങ്ങൾക്കും സൂറത്ത് യാസീൻ പരിഹാരമാണ്. ഓതി നോക്ക്. അതിന്റെ മഹത്വങ്ങളൊന്നും പറയാൻ സമയമില്ല. പെട്ടെന്ന് ഓതി തീർക്കാൻ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഹരിക്കാനുള്ള വഴികൾ ഖുർആനിലുണ്ട്. വെറുതെയല്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. കല്യാണം നടക്കുന്നില്ലേ പെങ്ങളെ? നീ ഇഷ്ടപ്പെട്ട വരനെ നിനക്ക് വേണോ? ചെറുപ്പക്കാരാ, നിനക്ക് നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വേണോ? അതിനുള്ള വഴിയാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാൻ. അതിന്റെ പേരെന്തെന്നറിയോ? അൽ അറൂസ്, അൽ അറൂസ. പുതുമണവാളൻ, പുതുമണവാട്ടി എന്നാണ് അതിന്റെ പേര്. കല്യാണം നീ ഉദ്ദേശിച്ച തലത്തിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് എല്ലാ ദിവസവും 3 പ്രാവശ്യം നിങ്ങൾ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യണേ. സ്വർഗത്തെ കുറിച്ച് പറയാ, ഹൂറികളെ കുറിച്ച് പറയാ. ഞാൻ ഒന്നും മിണ്ടത്തില്ല ഹൂറികളെ കുറിച്ച്. കാരണം ഞാൻ പറഞ്ഞ് യൂട്യൂബിൽ ഞാൻ എന്നും ഇത് അടി കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലപ്പാ. അള്ളാന്റെ ഖുർആൻ പറയുന്നത് നമുക്കെന്താ പ്രശ്നം? ആരെങ്കിലൊക്കെ പറയട്ടെ, നമുക്കെന്ത്? നമ്മൾ പറയും, മരണം വരെ പറയും ഇൻഷാ അല്ലാഹ്. സൂറത്ത് റഹ്മാൻ, സൂറത്ത് റഹ്മാൻ ഓതി പ്രസംഗിക്കണം. അടിപൊളിയാണ് സംഭവം.
സുബ്ഹാനല്ലാഹ്, അടിപൊളിയാണ്. സ്വർഗത്തിന്റെ അവസ്ഥകളും സ്വർഗത്തിന്റെ രസങ്ങളും ഒക്കെ അടിച്ചു പൊളിച്ചതിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. അടിപൊളിയായിട്ട് പറയുന്നത് അതാണ് സൂറത്തുർ റഹ്മാൻ. കല്യാണത്തിന്റെ കഥയിലെ വിളമ്പ അവിടുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ഇവിടൊക്കെ ഒരു കദളിപ്പഴമാണെങ്കിൽ ഒരു റുമ്മാണെങ്കിൽ എത്ര റുപ്യ കൊടുക്കണം അല്ലേ? കൊതിക്കുന്ന പഴം അടുക്കുന്നതാ കയറണ്ട, കഴിച്ചാലുടൻ പറിച്ചാലുടൻ വരുകുന്നതാ കുറയണ്ട. നമ്മളൊരു വലിയ മരത്തിന്റെ മുകളിലാണ് ഈ റുമ്മാൻ പഴം നിൽക്കുന്നത്, കയറൊന്നും വേണ്ട. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നീ ഒന്ന് കൊതിച്ചാ മതി. ആ റുമ്മാൻ പഴം കിട്ടിയിരുന്നെങ്കിൽ. പടച്ചവനെ, പഴങ്ങളുടെ ഒക്കെ വില മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ദുബായിൽ പോയപ്പോ ഒരു മാളിൽ കയറി ഒരു മാങ്ങ വാങ്ങി അബീവെ 50 ദിർഹം. നിങ്ങൾ വിശ്വസിക്കോ? ഒരു മാങ്ങ 50 ദിർഹം. കാണാൻ നല്ല മൊഞ്ച്, കൊണ്ടുവന്ന് അറുത്ത് തിന്നപ്പോ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. 50 ദിർഹം ഒരു മാങ്ങക്ക്. അമേരിക്ക മാങ്ങ പോലും, ഇംഗ്ലണ്ട് മാങ്ങ പോലും. വേറെ 2 മാങ്ങ വാങ്ങി 43 ദിർഹം. സുബ്ഹാനല്ലാഹ്, നമ്മളെ പാലിക്ക. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കണക്ക് പറഞ്ഞാൽ 1300 റുപ്യ. നമുക്ക് 5 പെട്ടി മാങ്ങ കേരളത്തിൽ കിട്ടും. 5 പെട്ടി നീല മാങ്ങ കിട്ടും. നല്ല സൂപ്പർ സാധനം കിട്ടും. ഒരു മാങ്ങ ദുബായ് മാളിൽ പോയി അവിടെ പോയി നോക്കിക്കോ. ഇനി നമ്മള് തള്ളാന്ന് നിങ്ങൾ കരുതണ്ട. ഇത് ഞാൻ ആരുടെങ്കിലും പറയുന്നത് കൊണ്ട് തള്ളാന്നറിയാൻ വേണ്ടി അതിന്റെ റെസിപ്റ്റ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ ഉസ്താദ് ചോദിച്ചാൽ അത് ഇട്ടുന്ന കവറിൽ തന്നെ അതിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു മാങ്ങാടെ ഒക്കെ വിലയൊന്ന് ആലോചിച്ചേക്ക്. അപ്പൊ അള്ളാഹ് സ്വർഗത്തിൽ എത്ര നമുക്ക് തരുക ഇല്ലേ? എന്തോന്ന് ആലോചിക്കും. ആ എത്ര പഴം നമ്മൾ കഴിച്ചാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീണ്ടും വീണ്ടും അള്ളാഹ് നിങ്ങൾക്ക് ഇട്ടുതരും. അതുകൊണ്ടാണ് കൊതിക്കുന്ന പഴം അടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. അതിങ്ങനെ പറിച്ചു തിന്നു. അള്ളാഹ് തീർന്നു പോയോ? ഇല്ല, ഉടനെ തന്നെ അവിടെ വരും. അതല്ലേ സ്വർഗം. എത്ര വലിയ വാക്ക്. വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം. വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കളകളാരവം ഒഴുക്കുന്ന അരുവികൾ. അത് കുറച്ച് ഉഷാറില്ലല്ലോ ഉസ്താദെ, കുറച്ചുകൂടെ നല്ല ഫോഴ്സ് ഉള്ള ഫാൾസ്. വമിൻ ദൂനിഹിമാ ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ മുദ്ഹാമ്മതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി നല്ലാഹതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നല്ല ഫോഴ്സ് ഉള്ള ഫാൾസ്. ഫീഹിമാ ഐനാനി നല്ലാഹതാൻ. യാ അല്ലാഹ്, പടച്ചവനെ, ഭയങ്കര ഫോഴ്സ്, ഭയങ്കരമായ ഫോഴ്സ്. അതും അല്ലാഹ് വെച്ചിട്ടുണ്ട്, അത് അല്ലാഹ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ തരും. അപ്പൊ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന സൂറത്തുർ റഹ്മാൻ ഓത്. കല്യാണം നടക്കണോ? 3 പ്രാവശ്യം വീതം ഓത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരുണിയെ അള്ളാഹു നമുക്ക് എത്തിച്ചു തരും. ഖുർആൻ കൊണ്ട് നമുക്ക് എത്രയോ ചികിത്സിക്കാം. രോഗമാണോ ക്യാൻസർ രോഗികളുണ്ടോ? സൂറത്തുൽ മുൽക്കിന്റെ 14-ാമത്തെ ആയത്തെടുത്തിട്ട് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ആവർത്തിച്ച് 1000-ഓളം പ്രാവശ്യം അത് ഓതിയിട്ട് വെള്ളം കുടിക്കണേ, ശരീരത്തിലൂതണേ. ക്യാൻസർ ഭേദമാകും ഇൻഷാ അല്ലാഹ്. 2 മാസം കൊണ്ട് മരിക്കുമെന്ന് പറയുന്ന മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഒരു രോഗിക്ക് ഈ വിനീതൻ ഇത് ഓതാൻ വേണ്ടി പറഞ്ഞു. 4 വർഷം അദ്ദേഹം ജീവിച്ചു. 4 വർഷം.
മൊത്തം സ്പ്രെഡായി ശരീരം മൊത്തം 2 മാസം വീട്ടിൽ കൊണ്ട് പോയിക്കോളെന്ന് പറഞ്ഞാൽ 4 വർഷം ഓതാൻ പറഞ്ഞു. ഓതി 4 വർഷം ജീവിച്ചു. ഉള്ളതാവട്ടെ. അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. സൂറത്തുൽ മുൽക്കാണ്. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ വേണോ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് കിടക്കണേ. എല്ലാത്തിനും ഖുർആൻ വഴിയുണ്ട്. നമുക്ക് പേടിക്കുന്നതിന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്താൽ നരകബറിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ദഖല റജുലുൻ അൽ ജന്നത ബിശഫാഅത്തി സൂറത്തിൽ മുൽക്ക്. ഒരാളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് സൂറത്തുൽ മുൽക്കിന്റെ ശഫാഅത്ത് കൊണ്ടാണ്. സൂറത്തുൽ മുൽക്ക് ഒന്ന് ശഫാഅത്ത് ചെയ്യും. ഇയാളെ കയറ്റിവിട് പഠിച്ചോനെ. എല്ലാ ദിവസവും ഇയാൾ ഓതുന്ന ആളാ. ഇയാളെ ഒന്ന് കയറ്റിവിട് പഠിച്ചോനെ. സൂറത്തുൽ മുൽക്ക് മക്കളെ പഠിപ്പിച്ചു കൊടുക്ക്. അദ്ദിബു ഔലാദകും അലാ സലാസതി ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് 3 ഗുണങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ പ്രവാചകനോടുള്ള മഹബ്ബത്ത്, സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണേ. ഹുബ്ബി അഹ്ലി ബൈതിഹി, ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പരമ്പരയെ കുറിച്ച്, അഹ്ലി ബൈത്തുകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ. വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കണേ. അതാണ് നമ്മുടെ തലയിൽ ഖുർആനിന്റെ കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ കുട്ടികൾക്ക് വേണ്ടി 10,000 നിങ്ങൾ ഓഫർ വാങ്ങിയവരാണ്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ആ മദ്രസ ഒരാൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ മദ്രസയുടെ മുകളിൽ 4 പേര് ഏറ്റെടുത്തിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ അല്ലാഹ് ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. വലിയ കാര്യമാണ്. രണ്ടുപേര് മുകളിലത്തെ ബിൽഡിംഗ് കെട്ടാൻ 2 പേര് ഏറ്റെടുത്തു. അല്ലാഹുവേ, അവിടെ പഠിക്കുന്ന മക്കളുടെ കൈക്ക് പിടിച്ചിട്ട് സ്വർഗത്തിലെത്താൻ ഭാഗ്യം കൊടുക്കണേ പടച്ച റബ്ബേ. കഴിഞ്ഞ വർഷം തുടങ്ങിയതല്ലേ? 2 വർഷമായി. കഴിഞ്ഞ ഞാൻ വന്നപ്പോ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. ഒരാള് താഴത്തെ ഫ്ലോർ, ഒരാൾ. അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. കാരണം ഖുർആൻ പഠിപ്പിച്ചവർക്ക് എന്താ സംഭവം കിട്ടുന്ന സ്വഭാവം എന്നറിയോ? നാളെ സ്വർഗത്തിലെത്തുമ്പോ അല്ലാഹ് പറയും, ഏയ് വാ ചാ ഔക്കർച്ചാ വാ നെല്ല്. ആ കുട്ടിയുടെ കൈക്ക് പിടിക്ക്. സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് ആയത്ത് ഓതിക്കൊണ്ട് കേറിക്കോ. അപ്പൊ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. 9 പടി കയറി. അലിഫ് ലാം മീം. കേറി. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ما شاء الله. സ്വർഗത്തിന്റെ മുകളിലെത്തി. 6400 ചില്ലുവാനം ആയത്തുകൾ ഓതി മിനൽ ജിന്നതി വന്നാസ്. അവിടേക്ക് എത്തി. അവിടെയാണ് അവരുടെ ഫ്ലാറ്റ്. അങ്ങനെ സ്വർഗത്തിൽ അങ്ങനെ ഉന്നതമായ സ്ഥലത്തൊരു ഫ്ലാറ്റ് ആഗ്രഹിക്കുന്നവർ ആ മദ്രസയെ സഹായിക്കി, ആ മക്കളെ സഹായിക്കി. ഖുർആൻ പറഞ്ഞ വാക്ക്.
ഖുർആന്റെ വാക്കാണ്. അൽഹംദുലില്ലാഹ് കുറെ പേരൊക്കെ ചെയ്തു, വലിയ സന്തോഷം. അള്ളാഹു ആ സ്ഥാപനത്തെ ഉയർത്തട്ടെ. ആ സ്ഥാപനത്തിന് വേണ്ടി പണി കഴിപ്പിച്ചവർ, അതിനുവേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ, ഓരോ മക്കളെയും സ്പോൺസർ ചെയ്തവർ, അള്ളാഹുവേ ആ മക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലെത്താൻ നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഞങ്ങളെ ഖുർആന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. ഖദീജ മാട്ടുമ്മൽ 20,000 രൂപ 6 മാസത്തേക്ക് കൊടുത്തു. റഹ്മത്ത് മാട്ടുമ്മൽ 20,000 രൂപ 6 മാസം. അല്ലാഹു, ഈ ആരുടെ കുട്ടിയാ? ഇതിലെ ഒരു പെണ്ണുങ്ങളുടെ മോള് കഴിഞ്ഞ റമദാനിൽ മരണപ്പെട്ടു. അതിൽ 2 മക്കളുണ്ട്, ഒന്ന് ആൺകുട്ടി പെൺകുട്ടി, +2 +1 അല്ലേ? ചെറിയ കുട്ടി. അല്ലാഹ് അവർക്ക് മനസ്സിന് റാഹത്ത് കിട്ടാൻ വേണ്ടി ദുആ ഇറക്കണം. അവർ കൊടുത്തു ഇൻഷാ അല്ലാഹ്. നമ്മളപ്പോ ഓർക്കണ്ടെന്നറിയോ? നബീന റസൂൽ പോലെ അവിടെ ഇരിക്കണേ. ദുആ ഇരുന്നിട്ട് വാ. ദുആ ഇരുന്ന പിരിവൊന്നുമല്ല, ദുആ ഇറക്കാം. ഞാൻ തൊണ്ട നൊമ്പലായിട്ട് വന്നാണ്. എന്താ അള്ളാന്റെ കുതിരത്ത് കൊണ്ട് മഹാന്മാരുടെ ഉറക്കത്തുകൊണ്ട് റാഹത്ത് കിട്ടി, അല്ലെങ്കിൽ ഞാൻ എന്നാ കുടുങ്ങി പോയനെ. അപ്പൊ അതുകൊണ്ട് ദുആ ഇറക്കട്ടെ. റഊഫ് ഷബീൽ 2 പേര് ചേർന്നൊരു കുട്ടിയെ, മാഷാ അല്ലാഹ്. ഖുർആൻ ഓതാനാണ്, ഖുർആൻ പഠിക്കാനാണ്. ചെറിയ കാര്യമല്ല. ഖബറിൽ നമ്മുടെ കൂടെ കൂട്ടിന് വരുന്നത് ഖുർആനാണ്. ഞാനിന്ന് ഖുർആന്റെ ഒരു വിഷയം പറയാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ കയറിയത്. കയറിയപ്പോൾ എല്ലാം ഖുർആൻ തന്നെയാണ്, എല്ലാം ഖുർആൻ തന്നെയാണല്ലോ. ആ 2 ചെറുപ്പക്കാരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പടച്ചവനെ. മാഷാ അല്ലാഹ്. അതിന് 40,000 പറഞ്ഞല്ലോ. 40,000 ഇപ്പൊ 2 പേര് ഏറ്റുള്ളൂ അല്ലേ? 40,000 രൂപയാണ് ഒരു കുട്ടിയുടെ ചെലവ്. ഒരു വർഷത്തെയാ. ഒരു വർഷം 40,000 രൂപ ഒരു കുട്ടിക്ക് ഫുള്ള് ചെലവ്. ഇത്രയൊക്കെ ഉണ്ട്. 30,000 രൂപയല്ലേ ഉള്ളൂ. AC, ക്ലാസ് റൂമല്ല, ഡിജിറ്റൽ മദ്രസ. ക്ലാസ് റൂം എല്ലാം AC ആണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. ആരെങ്കിലും പറയാനുള്ള ഇന്ന് ലാസ്റ്റ് ദിവസം അല്ലേ? നാളെ പിന്നെ ദുആയാണ്. എത്ര 30 കുട്ടികളെ എടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നല്ലേ? എത്ര ഇപ്പൊ 14 15 14. അടുത്ത പ്രാവശ്യം 15. അൽഹംദുലില്ലാഹ്. അതെ, ഈ വർഷത്തേക്കല്ലായി. അടുത്ത വർഷത്തേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് ഒരു വാത് വെച്ചാൽ മതി. ആൾക്കാരെ വിളിച്ചാൽ നമ്മൾ പൈസ വിളിച്ചാലല്ലോ. ഖുർആന്റെ പ്രസംഗം വയ്ക്കല്ലത്. അൽഹംദുലില്ലാഹ്. ആരെല്ലാം ഉണ്ടെങ്കിൽ അപ്പം ഈ ഉമ്മമാരുടെ ഇതിൽ ഉമ്മയുടെ ഏതൊരു കുട്ടിയുടെ മകളുടെ കുട്ടികൾ, അല്ലാഹുവേ പടച്ചവനെ നല്ലപോലെ ഒന്ന് ആമീൻ പറയണം. അവ കുട്ടികൾക്ക് സമാധാനം ഉണ്ടാകണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു 3 സ്വലാത്ത് ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹ്, കരുണയുടെ ഉടമസ്ഥനായ അല്ലാഹ്, ഖുർആൻ ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന റബ്ബേ, ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ മക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യ സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ നീ സന്തോഷം കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ഈ സ്വതക്ക നീ ആരുടെ പേരിൽ കാണോ നീ ചെയ്തത്, അവരുടെ ഖബറിലേക്ക് ഇതിന്റെ തവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. പടച്ചവനെ ആ മക്കളോടൊപ്പം സ്വർഗലോകത്ത് പരിലസിക്കുന്ന യഥാർത്ഥ ഹൂറികളോടൊപ്പം ആ പൊന്നുമോളെ നീ എത്തിക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തെ നീ എത്തിക്കണേ റബ്ബേ. ഇതിനു വേണ്ടി സദഖ ചെയ്ത ഈ 2 ഉമ്മമാരെയും അവരുടെ കുടുംബക്കാരെയും അവിടേക്ക് എത്തിക്കണേ അല്ലാഹ്. അപ്പൊ 6 മാസം വീതം അടുത്ത ആരെങ്കിലുണ്ടോ ചോദിക്കും. അടുത്ത ആരെങ്കിലും 2 പേരൊക്കെ ദ്വാരുന്നല്ലോ. ആരെങ്കിലും അവിടെ ഇവിടെയൊക്കെ